ഹലോ, കേൾക്കാം സാർ, പറഞ്ഞോളൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഗുഡ് ഈവനിങ് എവരിബഡി. നമ്മളെ നമ്മുടെ KGMS സർവീസ് സഹായിയുടെ 4th എപ്പിസോഡാണ്. ഒരു ഇന്ന് 4th എപ്പിസോഡാണ്. അപ്പം ഇന്നത്തെ ഒരു ടോപ്പിക് ഫോർ ഡിസ്കഷൻ വെച്ചിരിക്കുന്നത് കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് ആണ്. ഇന്ന് നമ്മുടെ കൂടെ എക്സ്പെർട്ട് ആയിട്ട് എത്തിയിട്ടുള്ളത്, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, ഡോക്ടർ ജിതേഷ് ആണ്. ഡോക്ടർ ജിതേഷ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആൻഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം റിസോഴ്സ് സെന്റർ കേരളയാണ്. അത് എല്ലാവരും ചിരപരിചിതനാണ്. നമ്മുടെ മുൻ KGMO സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ടോപ്പിക് ആണ് ഇത്. ഒരു പക്ഷേ ചിലപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റില്ലായിരിക്കും. ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് പാർട്ടും കൂടി നമ്മൾ ചെയ്യേണ്ടി വരുമായിരിക്കും എനിക്ക് തോന്നുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഡോക്ടർ സ്വാഗതം പറയാനായിട്ട് ഡോക്ടർ അഭിലാഷിനെ ക്ഷണിച്ചു വന്നു. ഡോക്ടർ അഭിലാഷ്. എല്ലാവർക്കും നമസ്കാരം. KGMO സർവീസ് സഹായിയുടെ 4ാമത്തെ എപ്പിസോഡാണ് ഇന്നിവിടെ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 3 എപ്പിസോഡുകളും വളരെ ഭംഗിയായിട്ട് തന്നെ നല്ല പങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും പൂർത്തീകരിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ ആനുകാലിക പ്രസക്തിയുള്ള കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023 ആണ്. നമ്മളെല്ലാവരും ഇപ്പൊ നിലവില് പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ നമ്മുടെ ഡെങ്കു കേസുകളും CD കേസുകളെല്ലാം കൂടി വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൂടാതെ നമ്മുടെ എറണാകുളത്തെ ഭക്ഷ്യവിഷബാധയുടെ കാര്യങ്ങളെല്ലാം നിങ്ങളെല്ലാവരും മീഡിയയിലൂടെ എല്ലാം അറിഞ്ഞു കാണും. അപ്പോൾ വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പല ജില്ലകളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് നല്ല രീതിയിൽ നേരിടാനായിട്ട് നമുക്ക് പുതിയതായിട്ട് വന്നു ചേർന്നിരിക്കുന്ന കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് 2023 നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷേ ഏതൊരു പുതിയ കാര്യവും വരുന്നത് പോലെ തന്നെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ആക്ടിനെ പറ്റി ഒത്തിരി സംശയങ്ങളും അതുപോലെ തന്നെ അതിനെപ്പറ്റി ഒരു വ്യക്തമായ ധാരണ മെഡിക്കൽ ഓഫീസർമാർക്ക് തന്നെ ഇല്ല. ചാർജ് മെഡിക്കൽ ഓഫീസർമാർ ഉൾപ്പെടെ ബാക്കിയുള്ള മെഡിക്കൽ ഓഫീസർമാർക്ക് തീരെ ധാരണയില്ല എന്നുള്ളതാണ് ഒരു സത്യം. അപ്പോ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക്ക് വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ടോപ്പിക്ക് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ സ്വാഗതം ആശംസിക്കലാണ് എനിക്ക് നൽകിയിരിക്കുന്ന ചുമതല. ആദ്യമായിട്ട് ഈ പ്രോഗ്രാമിലേക്ക് നമ്മുടെ എല്ലാവരും പ്രിയപ്പെട്ട സന്തോഷ് ബാബു സാറിനെ ആർദ്രപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായി എനിക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ ഇന്നത്തെ റിസോഴ്സ് പേഴ്സൺ ആയിട്ടുള്ള ഡോക്ടർ ജിതേഷ് സാറാണ്. ജിതേഷ് സാറ് സന്തോഷ് സാറ് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. സാറിന്റെ പല ക്ലാസ്സുകളും ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സാറ് ഡെപ്യൂട്ടി ഡയറക്ടറാണ്. അതുപോലെ തന്നെ SHSRCയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അതിലുപരി സന്തോഷ് സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന്റെ നേതൃപദം അലങ്കരിച്ച ഒരു വ്യക്തി കൂടിയാണ്. എന്തുകൊണ്ടും ഈ ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഏറ്റവും ആപ്റ്റ് പേഴ്സണെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും KGMOയുടെ പേരിലും ജിതേഷ് സാറിനെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ എല്ലാ ജില്ലകളിൽ നിന്നും ഈ ക്ലാസ്സിന്റെ ഭാഗമാകാനായിട്ട് ഇന്ന് ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട KGM മെമ്പേഴ്സിനും സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KGMO. ഹലോ ജിതേഷ് സാറേ, നമ്മൾ വൈകിക്കുന്നില്ല. കാരണം ജിതേഷ് സാറിന് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് കോഴിക്കോട് പോകാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളത് എത്രയും പെട്ടെന്ന് തുടങ്ങിക്കൊണ്ട് ഡോക്ടർ ജിതേഷ്. ഓക്കെ, സ്ലൈഡ് കാണാമല്ലോ അല്ലെ? കാണാം സാറേ, വിസിബിൾ ആണ്. ഓക്കെ,
സ്ലൈഡ്സ് ഞാൻ മുഴുവൻ സാധനവും സ്ലൈഡിലാക്കുക എന്നുള്ളത് ഒരു നിയമത്തെ സംബന്ധിച്ചിടത്തോളം പ്രായോഗികമല്ല, അത് എഫക്റ്റീവ് ആവുകയില്ല. അതുകൊണ്ട് മാത്രമല്ല, ഇതിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നിൽ തന്നെ രണ്ട് പ്രധാന ഡിസ്ക്ലൈമേഴ്സ് ഉള്ളത്. ഒന്നെന്താ വെച്ചാൽ ഒരു ദിവസം മുഴുവൻ, 1-2 ദിവസം മുഴുവൻ എന്ന് പറഞ്ഞാലും സംശയങ്ങൾ നമുക്ക് തീർക്കാൻ പറ്റില്ല. അത്രയും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. അതിന്റെ മുകളിൽ തന്നെ ഒരുപാട് സംശയങ്ങൾക്ക് സ്കോപ്പ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് 1 മണിക്കൂർ കൊണ്ട് 1.5 മണിക്കൂർ കൊണ്ട് പറഞ്ഞ് തീർത്ത് സംശയങ്ങൾ തീർക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ആക്ട് നന്നായിട്ട് ഫുള്ളായിട്ട് പഠിച്ച് തറവായ ശേഷം ഞാൻ ഫീൽഡിലേക്ക് ഈ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇറങ്ങിക്കളയാം എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾ ഒരു കാലത്തും ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇറങ്ങലുണ്ടാവില്ല. നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് അതിനകത്ത് വരുന്ന, നമ്മൾ ഏകദേശം ഒരു ധാരണ ആക്കിയ ശേഷം ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇറങ്ങുന്ന സമയത്ത് അതാത് സമയത്ത് ആവശ്യമായിട്ട് വരുന്ന കാര്യങ്ങൾ ഈ ആക്ട് കയ്യിൽ സൂക്ഷിക്കുകയും അതിൽ നിന്ന് അതാത് സമയത്ത് നോക്കി ആവശ്യമുള്ള ക്ലാരിഫിക്കേഷൻസ് വരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്ത് വേണം നമ്മൾ പഠിക്കാൻ. അല്ലാതെ തിയറി പഠിച്ചിട്ട് പ്രാക്ടിക്കലിൽ ഇറങ്ങാൻ പറ്റുന്ന ഒരു സാധനമല്ല പബ്ലിക് ഹെൽത്ത് ആക്ട് പോലെയുള്ള ഇംപ്ലിമെന്റേഷൻ, വളരെ സ്ട്രോങ് ഇംപ്ലിമെന്റേഷൻ ആവശ്യമുള്ള നിയമങ്ങളൊന്നും തന്നെ. ഒരു നിയമവും 100% അങ്ങനെ നിയമങ്ങൾ പഠിച്ചു വെക്കാൻ പറ്റുമായിരുന്നെങ്കിൽ, പ്രത്യേകിച്ച് സ്പെഷ്യലൈസ് ചെയ്ത ഏതെങ്കിലും ഒരു മേഖലയിൽ സർവീസ് കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു വക്കീലാണെങ്കിൽ അയാളുടെ ഓഫീസിൽ ഇത്രയും പുസ്തകങ്ങൾ ഇരിക്കേണ്ട കാര്യമില്ല. നിയമം എന്ന് പറയുന്നത് അങ്ങനെയാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിയമത്തെ പറ്റി അല്ലെങ്കിൽ ഒരു ആക്ടിനെ പറ്റി പറയുക എന്നുള്ളത് പോലെ ബോറടിപ്പിക്കുന്ന ഒരു ഏർപ്പാട് വേറെയില്ല. അതുകൊണ്ട് തന്നെ ഒരു രസകരമായ ഒരു ക്ലാസ് എന്നുള്ളതൊന്നും, ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു സെഷൻ എന്നുള്ളത് ഇത്തരം ആക്ടുകളെ സംബന്ധിച്ചിടത്തോളം അപ്രായോഗികമായിട്ട് കാര്യമാണ്. കാരണം വളരെ ഡ്രൈ ആയിട്ടുള്ളതും ഒരിക്കലും മനുഷ്യന് മനസ്സിലാവാത്തതായിട്ടുള്ള ലാംഗ്വേജിലും എഴുതുക എന്നുള്ളതുള്ള, എനിക്ക് തോന്നുന്നു ബ്രിട്ടീഷുകാർ നമുക്ക് തന്നിട്ട് പോയ ഒരു എന്താ പറയാ, ഒരു കീഴ്വഴക്കമാണത്. മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ആക്ടുകളോ അല്ലെങ്കിൽ നിയമങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവരുത് എന്നുള്ളത്. നമ്മളെ പോലെയുള്ള സാധാരണ മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷയിലല്ല ഇതൊന്നും എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് നമുക്ക് വലിയൊരു കടമ്പയുമാണ്. എങ്കിലും നമുക്ക് അതിനകത്ത് നിന്ന് അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സ്ലൈഡ് മാറുന്നുണ്ടല്ലോ അല്ലെ? മാറുന്നുണ്ട്. അപ്പൊ ഈ സ്ക്രീനിൽ ഇപ്പൊ കാണുന്ന രണ്ട് വശത്തുമുള്ള ആക്ടുകളുടെ ഒന്ന് ഡേറ്റ്, ഇയർ ഒന്ന് നോക്കിയാൽ മതി. ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട് എന്ന് പറയുന്നത് 1955 മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് 1939 ആക്ടാണ്. ഇത് രണ്ടുമാണ് കേരളത്തിൽ ഈ അടുത്ത നാൾ വരെ ഈ ആക്ട്, പുതിയ ആക്ട്, കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് വരുന്നത് വരെ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട്, അതിനിടയ്ക്ക് കുറച്ചു കാലത്തോളം ഓർഡിനൻസ് ആയിട്ട് പോയിട്ടുണ്ട്. ആ ഓർഡിനൻസ് വരുന്നതിന്റെ മുന്നേ പൂർണ്ണമായിട്ടും ഈ ആക്ടുകളാണ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നത്. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ പെക്യൂലിയർ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. തൃശ്ശൂർ ജില്ലയുടെ ഏതാണ്ട് 1/3 ഭാഗത്ത് മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടും ബാക്കി 2/3 ഭാഗത്ത് ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ട്. അങ്ങനെ ഒരു ജില്ലയിലെ DMOക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥർ തന്നെ 2 ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഇതിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. അതെല്ലാം പരിഹരിച്ചു. അത് മാത്രമല്ല, ഇത്രയും പഴക്കം 1939 10 രൂപ ഫൈന് തീരുമാനിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് 10 രൂപ ഫൈൻ അടയ്ക്കാൻ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എത്ര ദിവസം വേണമെങ്കിലും ഫൈൻ അടച്ചോളും. അയാൾ ആ കുറ്റം ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കാനുള്ള ഒരു സാധ്യത, ഫൈൻ ഒരു ഡിറ്ററന്റ് അല്ലാണ്ടായി മാറിയ ഒരു സാഹചര്യമുണ്ട്. അതോടൊപ്പമാണ് കോവിഡ് വന്ന സമയത്ത് നമുക്ക് ഈ ആക്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കാലാനുസൃതമായിട്ടുള്ള ഒരു ആക്ട് ഇല്ലാത്തതിന്റെ ഒരു ദുരന്തം നമ്മൾ അനുഭവിച്ചത് പ്രധാനമായിട്ടും കോവിഡ് കാലത്താണ്. നമ്മൾ എപ്പിഡമിക് ഡിസീസസ് ആക്ട് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിനുമൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ള 1897 ആക്ട് ആണ് നമ്മൾ എടുത്ത് ഉപയോഗിക്കേണ്ടി വന്നത്. അപ്പൊ നമ്മൾ കേരളം ഇത്രയൊക്കെ പുരോഗമിച്ചു എന്ന് ആരോഗ്യ മേഖലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ ഉപയോഗിക്കുന്നത് 1897 1939 ഒക്കെയുള്ള നിയമങ്ങളാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു. അതെല്ലാം കൂടെ പരിഗണിച്ചുകൊണ്ടാണ് കേരള ത്തിന് മൊത്തമായിട്ട് ബാധകമായിട്ടുള്ള കാലാനുസൃതമായിട്ട് പരിഷ്കരിച്ചിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു പൊതുജനാരോഗ്യ നിയമം വേണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് എത്തുന്നത്. ഇത് പലതവണ ഇതിനുള്ള അറ്റംപ്റ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പലരും അത് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സാഹചര്യം വർഷങ്ങൾക്ക് മുമ്പ് മുതൽ KGMയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ നേതൃത്വം പലപ്പോഴും അതിനകത്ത് ഇടപെട്ടിട്ടുള്ളതുമാണ്. പല മന്ത്രിസഭയുടെ കാലഘട്ടത്തിലും ഡ്രാഫ്റ്റുകൾ തയ്യാറാവുകയും അത് പിന്നീട് കാണാതാവുകയും അതിന്റെ പിന്നിൽ പല അന്ധവിശ്വാസങ്ങളെ പറ്റി പലതും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് നിയമസഭയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടപ്പെടുമെന്നുള്ള കഥകളൊക്കെ ഇറങ്ങിയ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ അത് പാസ്സായ സമയത്ത് മന്ത്രിക്ക് ഏതായാലും സ്ഥാനം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അത് അന്ധവിശ്വാസമായിരുന്നു എന്ന് നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി അത്തരം രസകരമായ കുറച്ച് കാര്യങ്ങളും കൂടെ അതിന്റെ പുറകിലുണ്ട്. അതോടൊപ്പം തന്നെ കൗതുകമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ആക്ട്
ആദ്യമായിട്ട് ഒരു ആക്ടിനകത്ത് നമുക്ക് ഏത് നിയമങ്ങൾ എടുത്തു നോക്കിയാലും അതിനകത്ത് പ്രോമിനന്റ് ആയിട്ട് വരുന്നത് മെയിൽ ജെൻഡർ ആണ്. എല്ലാ കാര്യത്തെ പറ്റി പറയുന്നതും കുറ്റം ചെയ്യുന്നതാണെങ്കിലും അതിന്റെ വിക്ടിം ആണെങ്കിലും എല്ലാവരും പുരുഷന്മാരാണ് എന്നുള്ള രീതിയിലാണ്. അത് ഹി എന്ന് പറയുന്നിടത്തെല്ലാം ഇറ്റ് ഓൾസോ മീൻസ് ഷീ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും, നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ആക്ച്വൽ എക്സ്പ്രഷൻ വരുന്നത് പുരുഷ ലിംഗത്തിലാണ്. അതിന് പകരം ഈ ആദ്യമായിട്ടാണ് ഒരു ആക്ട് ഷീ എന്നുള്ള അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ജെൻഡറിൽ നിന്നുകൊണ്ട്, അത് നിയമവശം നോക്കുന്ന സമയത്ത് വലിയ ഒരു ഇതല്ലെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഇൻക്ലൂസീവ്നെസിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു ചേഞ്ച് ആയിട്ട് കൂടെ നമ്മൾ അതിനെ കാണേണ്ടതുണ്ട്. അങ്ങനെ പബ്ലിക് ഹെൽത്ത് ആക്ട് പാസ്സാക്കുകയും അത് കുറച്ചു കാലം എന്നിട്ട് ഫ്രീസറിൽ ഇരിക്കുകയും അത് കഴിഞ്ഞ് ഗവർണറുടെ അനുമതി കിട്ടിയതോടുകൂടി അത് ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യുന്നതോടുകൂടി അത് നിയമമായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ടുള്ള ഒരു നിയമമാണ്. ആ നിയമത്തെ പറ്റി പറയുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു നിയമം അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഏറ്റവും സുപ്രീം ആയിട്ടുള്ള അതോറിറ്റി. അതിന് കീഴിലാണ് ഒരു ആക്ട് വരുന്നത്. ആ ആക്ട് കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും ആക്ടിൽ വരാൻ പറ്റില്ല. ആക്ട് വന്നു കഴിഞ്ഞാൽ പക്ഷെ ആക്ട് പൂർണ്ണ തോതിൽ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് കൂടെ പാസ്സാക്കപ്പെടേണ്ട ഗവൺമെന്റ് അത് നോട്ടിഫൈ ചെയ്യേണ്ടതുണ്ട്. ആ റൂൾസ് ഈ കാര്യത്തിൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ റൂൾസ് ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇംപ്ലിമെന്റേഷനിൽ ഇപ്പോഴും നമുക്ക് ചില കടമ്പകളുണ്ട്. എങ്കിലും ആ നിയമം നിലവിലുണ്ടെന്നും നിയമപ്രകാരം നടപടികൾ എടുക്കാൻ പറ്റും എന്നുള്ളതിലും കാര്യത്തിലും തർക്കമൊന്നുമില്ല. പക്ഷെ റൂൾസ് കൂടെ വന്നു കഴിയുമ്പോഴേ പൂർണ്ണ തോതിൽ, ഇപ്പൊ ഏതാണ്ട് ഒരു നമ്മളെ കയ്യിൽ നല്ല മൂർച്ചയുള്ള ഒരു കത്തി ഉണ്ട്, പക്ഷെ അതിനൊരു പ്ലാസ്റ്റിക് കൊണ്ട് ഒരു കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ കവർ കൂടെ ഊരി മാറ്റിയാലേ വെട്ടിയാൽ ശരിക്കും മുറിയുള്ളൂ എന്നുള്ള രീതിയിൽ ആണ് ഇതിന്റെ ഒരു അവസ്ഥയുള്ളത്. അപ്പൊ റൂൾസ് കൂടെ ഫോം ചെയ്യേണ്ടതുണ്ട്. അത് അടിയന്തരമായിട്ട് ഫോം ചെയ്യാൻ വേണ്ടി ഒരു കമ്മിറ്റി ഈ അടുത്ത ദിവസം ഗവൺമെന്റ് ഉത്തരവായിട്ടുണ്ട്. കുറച്ച് എക്സ്പെർട്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഉത്തരവായിട്ടുണ്ട്. ആ കമ്മിറ്റി ഒരു മാസത്തിനുള്ളിൽ അതിന്റെ ഡ്രാഫ്റ്റ് ലോ ഡിപ്പാർട്ട്മെന്റിന്, ആരോഗ്യ വകുപ്പിൽ നിന്ന് ലോ ഡിപ്പാർട്ട്മെന്റ് സമർപ്പിക്കണം എന്നാണ് നിർദ്ദേശം വന്നിട്ടുള്ളത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തിനുള്ളിൽ ഡ്രാഫ്റ്റ് സമർപ്പിക്കുകയാണെങ്കിൽ, 1-2 മാസത്തിനുള്ളിൽ ഡ്രാഫ്റ്റ് സമർപ്പിക്കുകയാണെങ്കിൽ എന്റെ പ്രതീക്ഷ ഒരു 6 മാസത്തിനുള്ളിൽ റൂൾസ് കൂടെ വരുമെന്നാണ്. റൂൾസ് വരുന്നതോടുകൂടി ആക്ടിനകത്ത് ഇപ്പൊ നിലവിലുള്ള ചെറിയ ചെറിയ കൺഫ്യൂഷൻസും, ഉദാഹരണത്തിന് ഫൈന് ഈടാക്കിയാൽ തന്നെ അത് എവിടെ അടയ്ക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ ക്ലാരിറ്റി വരികയും നമുക്ക് പൂർണ്ണ തോതിൽ ഈ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ. അതിൽ തിരിച്ചറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഇത് നിയമമായിട്ട് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പൂർണ്ണ തോതിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ചെറിയ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ചിലരൊക്കെ ഇടയ്ക്ക് പറയുന്നത് പോലെ ഈ നിയമം വന്നിട്ടുണ്ട്, റൂൾസ് വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് തീർത്തും തെറ്റായിട്ടുള്ള ഒരു ഇതാണ്. നമ്മുടെ പഴയ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അത് വെറും ആക്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ പലരുടെയും പേരിൽ കേസ് കൊടുത്തിട്ടുള്ളത്. സംഘടന ഇടപെട്ടുകൊണ്ട് അതിനകത്ത് നടപടികൾ സ്വീകരിപ്പിച്ചിട്ടുള്ള കേസ് എടുപ്പിക്കുകയും അത് കോടതിയിലെത്തുകയും ചിലർക്ക് ശിക്ഷ കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് വെറും ആക്ടിന്റെ ബലത്തിലാണ്. റൂൾസ് നോട്ടിഫൈ ചെയ്യുന്നതിന് മുമ്പ് റൂൾസ് നോട്ടിഫൈ ചെയ്യാതെ തന്നെ അതൊക്കെ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മളെ നേരിട്ട് ബാധിക്കുന്ന ഒരു ആക്ടാണ്. അതേ കാര്യം ഇതിലും ബാധകമാണ്. പക്ഷെ അതിനകത്ത് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ്ങിന് ചില കടമ്പകളുണ്ട്. അത് പരിഹരിക്കണമെങ്കിൽ റൂൾസ് കൂടെ വരേണ്ടതുണ്ട് എന്നുള്ളത് ഓർക്കാം. അപ്പൊ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നിലവിൽ നിയമമുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. അത് ഇംപ്ലിമെന്റബിൾ ആണ് എന്നുള്ളത്. അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ല റൂൾസ് വരാതെ എന്ന് പറയുന്നത് ഒഴിഞ്ഞു മാറാനുള്ള ചില തന്ത്രങ്ങളായിട്ട് മാത്രം കണ്ടാൽ മതി. അങ്ങനെ ആരെയും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. റൂൾസ് വരാതെ തന്നെ നമുക്ക് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങാൻ പറ്റും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ആരോഗ്യ മേഖലയിലുള്ളത് ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്, പഴയ ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ആണ്. ഓക്കെ, ഇനി ഈ ആക്ട് പ്രോപ്പറിലേക്ക് പോകുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാൻ പോകുന്ന ഒരാള് ഏറ്റവും ആദ്യം വായിച്ചിരിക്കേണ്ടത് അതിന്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഡെഫിനിഷൻസ് ആണ്. വളരെ വിപുലമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഓഫ് ഡെഫിനിഷൻസ് ഉണ്ട്. അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം കുടിവെള്ളം മലിനമാക്കി എന്ന് പറയുന്ന ആക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ കുടിക്കുന്ന വെള്ളവും കുടിവെള്ളമല്ല. കുടിവെള്ളം ലീഗലി കുടിവെള്ളം എന്ന് പറയുന്നത് കുടിവെള്ളം ആകണമെങ്കിൽ ഈ ചാപ്റ്റർ 1 ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ള ഡെഫിനിഷനിലെ ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. അതേപോലെ തന്നെ ഫുഡ് അഡൾട്ടറേറ്റഡ് ആണെന്നോ അല്ലെങ്കിൽ ഫുഡ് സ്റ്റെയിൽ ആണെന്നോ ഫുഡ് ഭക്ഷ്യയോഗ്യമല്ല എന്ന് പറഞ്ഞ് നമ്മളൊരു ഹോട്ടലിന്റെ പേരിൽ നടപടിക്ക് മുതിരുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഫുഡ് എന്ന് പറയുന്ന ഡെഫിനേഷനിൽ എന്തൊക്കെ വരും എന്നുള്ള. ഫുഡ് എന്നുള്ള ഡെഫിനേഷനിൽ വെള്ളമടക്കം വരും, മറ്റു പല കാര്യങ്ങളും വരും. അത് ആ ഓരോ ഡെഫിനേഷനും നോക്കി, ഞാൻ എല്ലാ ഡെഫിനേഷനും
ഇവിടെ പറയാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒരു 3 ദിവസം തുടർച്ചയായിട്ട് പറയേണ്ടി വരും, ഡെഫിനിഷൻസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. മാത്രമല്ല അതൊരാൾക്കും ഓർത്തിരിക്കാൻ പറ്റുന്ന കാര്യവുമല്ല എന്നുള്ളതും കൂടെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സമയത്ത് എന്താണോ നമ്മൾ നടപടി എടുക്കാൻ പോകുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഡെഫിനിഷൻസ് ആ സമയത്ത് വായിച്ച് ക്ലാരിറ്റി വരുത്തുക. എത്ര തന്നെ നടപടികൾ സ്വീകരിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ പോലും ആക്ച്വൽ ഇംപ്ലിമെന്റേഷന് പോകുന്ന സമയത്ത് ആ കൺസേൺ ഡെഫിനിഷൻ, നമ്മുടെ സർജൻസിന്റെ കാര്യം ഓർത്താൽ മതി. സർജൻ കേസ് ചെയ്യാൻ പോകുന്ന തൈറോയിഡക്ടമി ഒരു 100 200 തൈറോയിഡക്ടമി ചെയ്തൊരു സർജൻ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഓർത്തോപെഡീഷ്യൻ ഒരു ഓപ്പൺ റിഡക്ഷൻ ചെയ്യുന്ന ഒരു ഓർത്തോപെഡീഷ്യൻ ആണെങ്കിൽ അവർ എത്ര എണ്ണം ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ പോലും ഒരു കേസ് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തലേ ദിവസം അവരൊന്നും ബ്രഷപ്പ് ചെയ്യാതെ നല്ല സർജൻസ് ഒന്നും തന്നെ സർജറിക്ക് പോകാറില്ല. അതേ സാധനമാണ് ഒരു പബ്ലിക് ഹെൽത്ത് പ്രൊഫഷണൽ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് ആ ഡെഫിനിഷൻസ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ബാധിക്കുന്ന ഒരു ഉദാഹരണം മാത്രം ഞാൻ വായിക്കാമെന്ന്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് ഡിസീസ് കോസ്ഡ് ടു ഹ്യൂമൻ ഓർ ആനിമൽസ് ഡ്യൂ ടു ഇൻഫെക്ഷൻ വിത്ത് ഓർ വിത്തൗട്ട് സിംറ്റംസ് ആൻഡ് കമ്മ്യൂണിക്കബിൾ ഫ്രം ഹ്യൂമൻ ടു ഹ്യൂമൻ ഓർ ഫ്രം ആനിമൽസ് ടു ആനിമൽസ് ആൻഡ് ടു ഹ്യൂമൻ ആൻഡ് ക്യാൻ ബി ഡിറ്റക്ടഡ് വിത്ത് ദ അസിസ്റ്റൻസ് ഓഫ് ഡയഗ്നോസ്റ്റിക് മെഷേഴ്സ്. ഇതിങ്ങനെ വായിച്ചാൽ നമുക്കൊന്നും തന്നെ മനസ്സിലാവില്ല. നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് തന്നെ വായിച്ച് നോക്കേണ്ടി വരും കൃത്യമായിട്ട് മനസ്സിലാവണമെങ്കിൽ. കാരണം ആ ലീഗൽ ഭാഷ മനസ്സിലാക്കണമെങ്കിൽ. ഇറ്റ് മീൻസ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് മീൻസ് ഡിസീസ് ആണെന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. ആർക്കുള്ള ഡിസീസ്? കോസ്റ്റ് ടു ഹ്യൂമൻ ഓർ ആനിമൽസ്, മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ വരുന്ന രോഗങ്ങളാണ്. ഏത് തരം രോഗങ്ങൾ? വിച്ച് ഇസ് ഡ്യൂ ടു ഇൻഫെക്ഷൻ കൊണ്ടുള്ള രോഗങ്ങളാണ്. എന്ന് വെച്ച് അതിന് സിംറ്റംസ് വേണോ? അത് വേണ്ട. വിത്ത് ഓർ വിത്തൗട്ട് സിംറ്റംസ്. വിത്ത് ഓർ വിത്തൗട്ട് സിംറ്റംസ് ഉള്ള ഇൻഫെക്ഷൻ മൂലമുള്ള ഏതൊരു രോഗവും കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല. അതിന് ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, വിച്ച് ഇസ് കമ്മ്യൂണിക്കബിൾ ഫ്രം ഹ്യൂമൻ ടു ഹ്യൂമൻ ഓർ ഫ്രം ആനിമൽസ് ടു ആനിമൽസ് ഓർ ഹ്യൂമൻ. അതായത് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത്, മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നത്, മൃഗങ്ങളിൽ നിന്ന് മൃഗങ്ങളിലേക്ക് പകരുന്നത്. ഇത് മൂന്നും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. പക്ഷെ ആ ഡെഫിനേഷനകത്ത് ഒരു ലൂപ്പ് ഹോൾ അവിടെ കിടക്കുന്നുണ്ട് എന്നുള്ളത് നോക്കണം. അതാണ് ഞാൻ പറഞ്ഞത് ഡെഫിനേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. മനുഷ്യരിൽ നിന്ന് മൃഗങ്ങളിലേക്ക്, ഇപ്പൊ ആനകൾക്ക് മനുഷ്യരിൽ നിന്ന് ട്യൂബർക്ലോസിസ് പിടിച്ചതിനെ പറ്റി ആനിമൽ ഹസ്ബൻഡറിക്കാർ ഡോക്യുമെന്റ് ചെയ്തിട്ടുള്ള ചരിത്രമുണ്ട് കേരളത്തിൽ തന്നെ. പക്ഷേ അത് പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ ഡെഫിനേഷൻ പ്രകാരം കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല. നമ്മൾ ടെക്നിക്കൽ ഡെഫിനേഷൻ പ്രകാരം ആനയ്ക്ക് മനുഷ്യന്റെ അടുത്ത് നിന്ന് ട്യൂബർക്ലോസിസ്, ഹ്യൂമൻ ട്യൂബർക്ലോസിസ് പിടിച്ചു കഴിഞ്ഞാൽ, ബൊവൈൻ ട്യൂബർക്ലോസിന്റെ കാര്യമല്ല പറയുന്നത്, ഹ്യൂമൻ ട്യൂബർക്ലോസിസ് പിടിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കലി ഇറ്റ്സ് ഓൾസോ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പക്ഷേ നമ്മൾ ലീഗൽ മെഷറിലേക്ക് പോകുന്ന സമയത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ട് അത് പരിഗണിക്കണമെങ്കിൽ മനുഷ്യനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഒരു അവസ്ഥകളെ പ്രിവെന്റ് ചെയ്യാനാണ് നമ്മൾ ഈ ആക്ട് ഒക്കെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനകത്ത് ഹ്യൂമൻ ടു ആനിമൽസ് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പൊ അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഹ്യൂമൻ ടു ഹ്യൂമൻ, ആനിമൽസ് ടു ഹ്യൂമൻ, ആനിമൽസ് ടു ആനിമൽസ്, ഇത് മൂന്നും കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് എന്ന് ബൈ ഡെഫിനേഷൻ പറയുമ്പോൾ ഫ്രം ഹ്യൂമൻ ടു ആനിമൽസ് ഇസ് നോട്ട് എ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്നുള്ളത് ഓർക്കണം. അങ്ങനെ വലിയൊരു ലിസ്റ്റ് ഓഫ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ട്. ഹൗസ് എന്താണ്, ഡ്രെയിൻ എന്താണ്, ഡ്രിങ്കിങ് വാട്ടർ എന്താണ്, കമ്മ്യൂണിറ്റി ഗ്യാതറിംഗ് എന്താണ്, എപ്പിഡമിക് എന്താണ്, ഫാക്ടറി എന്താണ്, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഡെഫിനേഷൻസ് ആണ്. ഞാൻ ആ ഡെഫിനേഷൻസിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒരു ബിൽഡിങ്ങിന്റെ ഉടമസ്ഥൻ ആരാണ്, ഓക്യുപ്പയർ ആരാണ്, ഇതെല്ലാം അറിഞ്ഞു വെച്ച് മാത്രമേ നമുക്ക് ആരുടെ പേരിൽ കേസ് എടുക്കണമെന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്യുപ്പയറുടെ പേരിൽ കേസ് എടുക്കേണ്ട സന്ദർഭങ്ങൾ എപ്പോഴാണ്, ഓണറുടെ പേരിൽ കേസ് എടുക്കേണ്ട സന്ദർഭങ്ങൾ എപ്പോഴാണ് എന്നുള്ളത് ആക്ടിന്റെ വിവിധ സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കണമെങ്കിൽ ഓക്യുപ്പയറുടെ പേരിലാണ് കേസ് എടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഓക്യുപ്പയർ എന്താണെന്നുള്ള ഡെഫിനിഷൻ അപ്പൊ തന്നെ നമ്മൾ തിരിച്ച് ക്രോസ് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്യുപ്പയറിന്റെ ഉള്ള ഡെഫിനിഷൻ ഇംഗ്ലീഷ് ഇതിനകത്ത് ആൽഫബറ്റിക് ഓർഡറിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടും. അത് ആൽഫബറ്റിക് ഓർഡറിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ന്യൂയിസൻസ് എന്ന് പറയുന്നത് വളരെ കൃത്യമായി ന്യൂയിസൻസ് ആണ്. ന്യൂയിസൻസ് എന്നുള്ളൊരു വാക്ക്, ഒരു ഡെഫിനിഷൻ ആണ് പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ ഇംപ്ലിമെന്റേഷനിൽ നമുക്ക് ഏറ്റവും എന്താ പറയാ വജ്രായുധം എന്ന് പറയുന്ന സാധനം. എന്തിനേയും നമുക്ക് ഒരു തരത്തിൽ പറഞ്ഞാൽ നോയിസൻസ്, ആരോഗ്യത്തെ ബാധിക്കുന്ന എന്തിനേയും നോയിസൻസ് ആക്കി മാറ്റാം, നോയിസൻസ് ആക്കി വ്യാഖ്യാനിക്കാം എന്നുള്ള രീതിയിലാണ് അതിന്റെ ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത്. നോയിസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ആക്ട്, എന്തെങ്കിലും പ്രവൃത്തി, അല്ലെങ്കിൽ അബ്സ്റ്റിനൻസ്, അതായത് എന്തെങ്കിലും ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കൽ, ഓർ പ്ലേസ്, ഏതെങ്കിലും ഒരു സ്ഥലം, അല്ലെങ്കിൽ ഒരു തിങ്, ഏതെങ്കിലും ഒരു സാധനം, വിച്ച് കോസസ് എനി ഹിൻഡ്രൻസ്, എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുക, ഇഞ്ചുറി ഉണ്ടാക്കുക, ഡേഞ്ചർ ഉണ്ടാക്കുക മനുഷ്യരുടെ ആരോഗ്യത്തിനോ, എന്തിനാണ് ലാസ്റ്റ് പറഞ്ഞ ഡേഞ്ചർ ടു ലൈഫ് ഓർ ഇഞ്ചുറി ടു ഹെൽത്ത്, മനുഷ്യരുടെ ആരോഗ്യത്തിനോ മനുഷ്യരുടെ ജീവനോ ഭീഷണിയാകാവുന്ന ഏതൊരു സാധനവും
അതിന്റെ അല്ലെങ്കിൽ അത് മണം കൊണ്ടോ അല്ലെങ്കിൽ കാഴ്ചയിലോ ദുസ്സഹമാവുന്ന സാധനങ്ങള്, ചെവിക്ക് കേൾവിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങള്, റെസ്റ്റ് എടുക്കുന്ന അല്ലെങ്കിൽ ഉറങ്ങുന്ന ഒരു മനുഷ്യന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന സാധനങ്ങള്, ഇതെല്ലാം ഉണ്ടാക്കുന്നത് മാത്രമല്ല ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ. അത്രയും ബ്രോഡ് ആയിട്ടുള്ള ഡെഫിനിഷനാണ് ന്യൂയിസൻസിന് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പൊതുജനാരോഗ്യ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് നടപടി എടുക്കാൻ ആവശ്യം വരുന്ന മിക്കവാറും എന്ത് സാധനവും നമുക്ക് ന്യൂയിസൻസ് എന്നുള്ള ഒരു ഹെഡിങ്ങിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് ഓർക്കുക. അപ്പൊ ആ ന്യൂയിസൻസിന്റെ ഡെഫിനിഷൻ വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത്തരത്തിൽ നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഓരോ ഡെഫിനേഷൻസും നമ്മളൊന്ന് റീചെക്ക് ചെയ്യണം എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. മറ്റ് ചാപ്റ്ററിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. 12 ചാപ്റ്റേഴ്സ് ആണ് വളരെ ഇതിനകത്ത് ആകെ ഉണ്ടായിട്ടുള്ളത്. അതിൽ നമ്മൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചാപ്റ്റർ 7 കമ്മ്യൂണിക്കബിൾ ഡിസീസ് ചാപ്റ്റർ 6 RMNCH, ചാപ്റ്റർ 10 ഹെൽത്ത് കെയർ ഓഫ് വൾണറബിൾ പോപ്പുലേഷൻസ്, ചാപ്റ്റർ 11 കൺട്രോൾ ഓഫ് NCD എന്നുള്ള 3 ചാപ്റ്റേഴ്സ് നമ്മളൊരു നോഷണൽ ആയിട്ട് എന്ന് പറയുന്നത് പോലെ ചേർത്തിട്ടുള്ള ഒരു സാധനമാണ്. ഭാവിയിൽ അത് എക്സ്പാൻഡ് ചെയ്യപ്പെടേണ്ടതാണ്. പക്ഷെ ഇപ്പൊ നിലവിൽ NCDക്ക് കാരണമാകുന്ന വ്യായാമക്കുറവോ പുകവലിയോ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കോട്ട്പ പ്രകാരമുള്ള പുകവലിയുടെ നടപടി ഒഴികെ ഒരാൾ വ്യായാമം ചെയ്യാത്തതിന് ആളുടെ പേരിൽ കേസെടുക്കാൻ വകുപ്പുള്ള രീതിയിലല്ല ആ ചാപ്റ്റേഴ്സ് ഒന്നും ഇപ്പൊ ഡ്രാഫ്റ്റ് ചെയ്തിട്ടില്ല. അതൊക്കെ ഒരു പ്രൊമോട്ടീവ് ആയിട്ടുള്ള ഒരു നടപടികൾ മാത്രമേ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. ലീഗൽ നടപടികൾ ഈ 3 ചാപ്റ്ററുകളിലും ഇല്ല. ബാക്കി എല്ലാ ചാപ്റ്ററുകളിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലീഗൽ മെഷേഴ്സ് ഉണ്ട്. അതിന്റെ ഫൈനൊക്കെ തന്നെ കുറെ ഘടകങ്ങളുടെ ഫൈന് ചാപ്റ്റർ 12 പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ പറയാത്ത എമൗണ്ട് സ്പെസിഫൈ ചെയ്യാത്ത വേറെയും കുറെ ഫൈനുകൾ ഇതിന്റെ പല ചാപ്റ്ററിലായിട്ട് കിടക്കുന്നുണ്ട്. അതൊക്കെ റൂൾസ് വരുമ്പോൾ നമുക്ക് നടപടി സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത് ഓർക്കുക. അപ്പൊ ചാപ്റ്റർ 12 പറഞ്ഞ ഫൈൻസ് എല്ലാം ഇപ്പോഴും ഈടാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പക്ഷെ അതിനകത്തുള്ള ഒരു തടസ്സം, ഈ ഫൈൻ ഈടാക്കി കഴിഞ്ഞാൽ എവിടെയാണ് റെമിറ്റ് ചെയ്യേണ്ടതെന്ന് അതിനുവേണ്ടി ഒരു പ്രത്യേക അക്കൗണ്ട് തുടങ്ങണം, അക്കൗണ്ടിലേക്ക് ആയിരിക്കും അത് റെമിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ അക്കൗണ്ട് തുടങ്ങുന്നത് എങ്ങനെ എന്നുള്ളത് റൂൾസിലെ സ്പെസിഫൈ ചെയ്തു വരുള്ളൂ. അപ്പൊ അതുവരെ നമുക്ക് ഫൈൻ ഈടാക്കിയാൽ അത് ഹോൾഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പക്ഷേ ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല എന്നുള്ളത് ഓർക്കാം. ഓക്കെ, ഇത് ഡെഫിനിഷൻസിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഡെഫിനിഷൻസ് ആകെ 1A മുതൽ നമുക്ക് BE വരെയുള്ള ഡെഫിനിഷൻസ് 57 ഡെഫിനിഷൻസ് നമുക്ക് ഈ ചാപ്റ്റർ 1-നകത്തുണ്ട്. ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പൊ പോകുന്നില്ല. ഓക്കെ, ചാപ്റ്റർ 2 ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ചാപ്റ്റർ 2-നകത്ത് പറയുന്നത് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റീസ് എന്തൊക്കെയാണ്, കമ്മിറ്റിയുടെ ഘടന എന്താണ്. 3 തലത്തിൽപ്പെട്ട പബ്ലിക് ഹെൽത്ത് കമ്മിറ്റികളുണ്ട്. സ്റ്റേറ്റ് ഉണ്ട്, ഡിസ്ട്രിക്ട് ഉണ്ട്, ലോക്കൽ ഉണ്ട്. ഒരു കാര്യം ഓർക്കുക, നമ്മൾ ആരോഗ്യവകുപ്പിന്റെ ഹയറാർക്കി പ്രകാരം PHC അല്ലെങ്കിൽ പഞ്ചായത്ത് തലം കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് തലം, അതിന് മുകളിൽ ഡിസ്ട്രിക്ട് തലമാണ്. പക്ഷെ പബ്ലിക് ഹെൽത്ത് ആക്ടിനെ സംബന്ധിച്ചിടത്തോളം 3 തലങ്ങൾ മാത്രമേ ഉള്ളൂ. സംസ്ഥാന തലത്തിന്റെ താഴെ ജില്ലാ തലവും, ജില്ലാ തലത്തിൽ താഴെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ തലം, ലോക്കൽ ബോഡി തലം മാത്രമേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ബ്ലോക്ക് എന്നുള്ളൊരു ഘടകം ഇല്ല. ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഇല്ല. ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറും ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസറും സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസറും ആ 3 തലത്തിലും കമ്മിറ്റികളുമാണ് എഴുതുന്നത് ഓർക്ക്. അതിന്റെ ഫങ്ഷൻസും പവേഴ്സും ഒക്കെയാണ് ഈ ചാപ്റ്റർ 2 പറയുന്നത്. ഓരോന്നായിട്ട് നമുക്ക് എടുത്തു നോക്കാം. സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റി ഉണ്ട്. അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ കോൾഡ് ദ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. അതായത് സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയുടെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആണ്. അത് ആരാണെന്നുള്ളതിലേക്ക് ഞാൻ അടുത്തതിൽ വരാം. ഇത് ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയും അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ആയിട്ടുള്ള ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസറും, ലോക്കൽ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയും അതിന്റെ ഇംപ്ലിമെന്റ് ഓഫീസർ ആയിട്ടുള്ള ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറും. ഇതിന്റെ ആദ്യ ഡ്രാഫ്റ്റ് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് മനസ്സിലാവും. ആരോഗ്യ വകുപ്പിലെ മെഡിക്കൽ ഓഫീസർ അല്ലെങ്കിൽ DMO അല്ലെങ്കിൽ DHS എന്ന് വളരെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിരുന്നു. പക്ഷെ 4 മേഖലകളിലായിട്ട് നടത്തിയ പബ്ലിക് ഹിയറിംഗിലും അതിനുശേഷം എക്സ്പേർട്ട് ഹിയറിംഗും ഒക്കെ തന്നെ പല തലത്തിൽ പെട്ട പബ്ലിക് ഡിസ്കഷൻസിന് പോകുന്ന അപൂർവം ചില ആക്ടുകൾ. സാധാരണഗതിയിൽ ഒരു ആക്ട് ഗവൺമെന്റ് അങ്ങ് നിയമസഭ പാസ്സാക്കുകയാണ് ചെയ്യുക, ആരോടും ചോദിക്കാറില്ല. അവിടെ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് നിയമസഭ പാസ്സാക്കുകയും ചെയ്യും. ജനങ്ങളോട് അഭിപ്രായം ആക്ട് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നത് വളരെ അപൂർവം ആക്ടുകൾക്ക് മാത്രമേ ഉള്ളൂ. അത്തരത്തില് അത് ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും അത് അതിന് ആക്ഷേപം ഉന്നയിക്കാൻ അവസരം കൊടുക്കുകയാണ് ചെയ്യാറ്. ഇത് അതിനൊക്കെ അപ്പുറത്ത് കടന്നുകൊണ്ട് ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു നിന്ന് കേരളത്തിന്റെ 4 ജില്ലകളിലായിട്ട് റീജിയണൽ ഹിയറിംഗ്സ് വെച്ച്
അതിൽ നിന്ന് കിട്ടിയ ഇതെല്ലാം സ്വീകരിച്ച് അതിനോടൊപ്പം തന്നെ ഈ മേഖലയിലെ വിവിധ എക്സ്പേർട്ടുകളെ, പല മേഖലയിലെ എക്സ്പേർട്ടുകളെ വിളിച്ച് അവരുടെ അഭിപ്രായം എടുത്ത് ഈ അഭിപ്രായങ്ങളെല്ലാം കൂടെ ഒരു കമ്മിറ്റി പരിശോധിച്ച് നിയമസഭാ സാമാജികരടങ്ങുന്ന സെലക്ട് കമ്മിറ്റിക്ക് മുമ്പിൽ അത് അവതരിപ്പിച്ച് ആ നിയമസഭാ സാമാജികരുടെ കൂടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ സ്വീകരിക്കേണ്ട എന്നുള്ളത് തീരുമാനിക്കുകയും അങ്ങനെയാണ് ആക്ട് ഫൈനലൈസ് ചെയ്തത്. അങ്ങനെ വരുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്ഷൻ വന്നിരുന്നത് മെഡിക്കൽ ഓഫീസർ, DMO അല്ലെങ്കിൽ DHS അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ എന്ന് സ്പെസിഫൈ ചെയ്യുന്നത് ഒരു വിഭാഗത്തോട് മാത്രമുള്ള ഇതാണെന്നൊക്കെ പറയും, മറ്റു വിഭാഗങ്ങളെ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്തിയത്. നമ്മുടെ മെഡിക്കൽ ഓഫീസേഴ്സ് മുതൽ DHS വരെയുള്ള ആൾക്കാർക്കുള്ള അധികാരം റീറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് മറ്റൊരു ചെറിയൊരു ഒരു മാറ്റം കൂടെ നമ്മൾ വരുത്തിക്കൊണ്ടാണ് എല്ലാവരെയും ഇൻക്ലൂസീവായി ഉൾക്കൊള്ളിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് ലെവലിൽ ആരോഗ്യവകുപ്പ് മന്ത്രി അധ്യക്ഷയായിട്ടുള്ള ഒരു അതേപോലെ തന്നെ സെക്രട്ടറി, വൈസ് ചെയർപേഴ്സണും ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് മെമ്പർ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. അതിനകത്ത് LSGയുടെ ആളുകളുണ്ട്, മെഡിക്കൽ എഡ്യൂക്കേഷന്റെ ആളുകളുണ്ട്, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, ഹോമിയോപ്പതി, ഫുഡ് സേഫ്റ്റി, അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഡയറി ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിന്റെ എല്ലാം ഡയറക്ടർമാർ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് സംസ്ഥാന തലത്തിൽ ഇതിന് ആകെ മേൽനോട്ടം വഹിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതിനകത്തുള്ള ഒരു സെന്റൻസ് ആണ് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ആരോഗ്യ വകുപ്പിലെ ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക്, ഡോക്ടർമാർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. The director of health services shall, by virtue of her office, be the member secretary of the committee and shall be the state public health officer. നേരത്തെ പറഞ്ഞിരുന്നത് the director of health services shall be the state public health officer എന്ന് പറഞ്ഞിരുന്ന സ്ഥാനത്ത് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്തെങ്കിലും ആ അധികാരത്തിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല എന്നുള്ളത് തൃപ്തിപ്പെടേണ്ടവർക്ക് തൃപ്തിപ്പെടുകയും ചെയ്യാം. അതേ സമയത്ത് ആക്ടിന്റെ പ്രഹരശേഷി നഷ്ടപ്പെടാതെയും ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസിനും DMOക്കും മെഡിക്കൽ ഓഫീസർമാർക്കും ഉദ്ദേശിച്ചിരുന്ന പവർ നഷ്ടപ്പെടാത്ത രീതിയിൽ കുറച്ചുകൂടെ ഇൻക്ലൂസീവ് ആക്കിക്കൊണ്ട് ആ കമ്മിറ്റിയുടെ മേൽനോട്ടവും പക്ഷെ ഇംപ്ലിമെന്റിംഗ് അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് വളരെ കൃത്യമായിട്ടുള്ള അധികാരം ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് മുതൽ താഴോട്ട് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കാം. ഇനി ഡിസ്ട്രിക്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, ചെയർപേഴ്സണും കളക്ടർ, വൈസ് ചെയർപേഴ്സണുമായിട്ടുള്ള കമ്മിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ജില്ലാ മെഡിക്കൽ ഓഫീസറാണ്. അതിൽ ഈ പറഞ്ഞ പോലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ആളുകളുണ്ട്, വിവിധ സ്ട്രീംസ് ഓഫ് മെഡിസിന്റെ ആളുകളുണ്ട്. പക്ഷേ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ബൈ വെർച്യൂ ഓഫ് ഓഫീസ് shall be the member secretary and shall be the district public health officer എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ പവേഴ്സും വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ പവേഴ്സ് നമുക്ക് കിട്ടുന്നത് മെമ്പർ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പവർ ഉപയോഗിക്കാൻ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. അത് ഉപയോഗിക്കാൻ ഈ കമ്മിറ്റികളുടെ സമ്മതവും വേണ്ട എന്നുള്ളതും വളരെ പ്രധാനമാണ്. ആ കമ്മിറ്റികൾക്ക് നടപടികളുടെ റിപ്പോർട്ട് മീറ്റിങ്ങുകളിൽ സമർപ്പിക്കണം എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ വന്നിട്ടുള്ളൂ. നടപടി എടുക്കാൻ വേണ്ടി കമ്മിറ്റി മീറ്റിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയോ, ചില സംശയങ്ങളൊക്കെ അങ്ങനെ വന്നിരുന്നു, നടപടി എടുക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ എന്നൊക്കെ പലരും പറയുന്നു എന്നുള്ളത്. അതല്ല, പഞ്ചായത്ത് ഒരു കമ്മിറ്റിയുടെയും അംഗീകാരത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് എമർജൻസി സിറ്റുവേഷനിലൊക്കെ തന്നെ അത് കമ്മിറ്റിയുടെ കാലാകാലങ്ങളിൽ കൂടുന്ന മീറ്റിങ്ങുകളിൽ അതുവരെ എടുത്ത നടപടി, കഴിഞ്ഞ മീറ്റിംഗിന് ശേഷം എടുത്ത നടപടികൾ റിപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഓർക്കാം. ലോക്കൽ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റി എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചെയർപേഴ്സൺ ആയിട്ടുള്ള ലോക്കൽ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റി ഗ്രാമപഞ്ചായത്തുകളിലുണ്ട്. അവിടെ മെഡിക്കൽ ഓഫീസർ ഓഫ് ദി ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ഓഫ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സെക്രട്ടറി ആയിരിക്കും. ആ മെഡിക്കൽ ഓഫീസർ തന്നെയായിരിക്കും ഈ മെമ്പർ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറും. അതിനകത്തും ഈ പറഞ്ഞ പോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും എല്ലാ ആളുകളും ഉണ്ട് എന്നുള്ളതും കൂടെ ഓർക്കുക. മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലെവലില് മുനിസിപ്പൽ ഓർ കോർപ്പറേഷൻ സെക്രട്ടറി, മെഡിക്കൽ ഓഫീസർ, മറ്റ് ISMതിന്റെയൊക്കെ മെഡിക്കൽ ഓഫീസർമാരും ഒക്കെ ഉണ്ട്. പക്ഷെ അവിടെ മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയുടെയും കോർപ്പറേഷനെയും കൈമാറി കിട്ടിയ സ്ഥാപനങ്ങൾ, നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ അവിടുത്തെ ചാർജ് മെഡിക്കൽ ഓഫീസർ ആണ് അവിടുത്തെ. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണ്. മുനിസിപ്പൽ കോർപ്പറേഷൻ ഏരിയയിലുള്ള ആളുകൾ, പഴയ കോർപ്പറേഷനുകളിലെല്ലാം തന്നെ അവിടെ പഴയ കോർപ്പറേഷനുകളിലും പുതിയ കോർപ്പറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അല്ലെ മുനിസിപ്പാലിറ്റികളുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ പല സ്ഥലത്തും നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് അവിടെ ഏരിയ ഉണ്ട് എന്നുള്ള, ഫീൽഡ് ഏരിയ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഫീൽഡ് ഏരിയ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ആരോഗ്യ വകുപ്പിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് സർവീസസിന് കീഴിലുള്ള സ്ഥാപനം ഉണ്ടെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ഓഫീസർ ആയിരിക്കും അവിടുത്തെ മെമ്പർ സെക്രട്ടറിയും ഇംപ്ലിമെന്റിംഗ് ഓഫീസറും, അതായത് പബ്ലിക് ഹെൽത്ത് ഓഫീസറും. പക്ഷേ പല അർബൻ ഏരിയയിലും, എസ്പെഷ്യലി ഓൾഡ് കോർപ്പറേഷൻസിലെ അർബൻ ഏരിയകളിൽ ആർക്കും, നമ്മുടെ ആരോഗ്യ വകുപ്പിന്റെ സ്ഥാപനങ്ങൾക്കൊന്നും തന്നെ ഒരു ഫീൽഡ് ഏരിയ ഇല്ലാത്ത കുറെ ഏരിയാസ് ഉണ്ട്.
അത്തരം അർബൻ ഏരിയാസിൽ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർ ചുമതലപ്പെടുത്തുന്ന ഒരു ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്കായിരിക്കും ഈ മെമ്പർ സെക്രട്ടറിയുടെയും പബ്ലിക് ഹെൽത്ത് ആ ഏരിയയുടെ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെയും ചുമതല എന്നുള്ളത് ഒന്ന് ഓർക്കുക. ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ ഓർക്കേണ്ടതാണ് നമ്മുടെ ഏരിയയിൽ പെടുന്ന ആ കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഏരിയ നമ്മുടെ ഒരു സ്ഥാപനത്തുണ്ടെങ്കിൽ ആ ഏരിയക്കകത്ത് ചിലപ്പോൾ ഒരു കോർപ്പറേഷനകത്ത് 2 സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ ആ 2 ഏരിയ ഉണ്ടാവും, 2 പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഉണ്ടാവും. ചിലപ്പോൾ ആ 2 സ്ഥാപനവും കവർ ചെയ്യാത്ത മൂന്നാമത്തെ ഒരു ഏരിയ ആ കോർപ്പറേഷനകത്ത് ഉണ്ടെങ്കിൽ ആ മൂന്നാമതൊരു ഡെപ്യൂട്ടി DMOക്ക് കൂടെ മൂന്നാമത്തെ ഒരു പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ചാർജ് ഉണ്ട്. അപ്പൊ ആ കോർപ്പറേഷനെ നമ്മൾ 3 ആയിട്ട് വിഭജിച്ച് 3 പേർക്ക് ചാർജ് കൊടുക്കേണ്ടി വരും. ഇത്തരം സന്ദർഭങ്ങളിൽ മാത്രം, അതായത് ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർക്ക് ചുമതല കൊടുക്കേണ്ടി വരുമ്പോൾ മാത്രമേ ഒന്നിലധികം ആളുകൾ ഉള്ളത് കൊണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒരാളെ ചുമതലപ്പെടുത്തേണ്ട ഒരു സാഹചര്യം വരുന്നുള്ളൂ. ഇത് ഓൾറെഡി വന്നിട്ടുള്ള ഒരു സംശയമാണ്. അതിനകത്ത് ഈ ഗ്രൂപ്പിൽ എനിക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു സംശയമാണ്. അത് ഞാൻ ഈ പറയുമ്പോൾ തന്നെ ക്ലിയർ ചെയ്തു പോകുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ചോദ്യം വന്നിട്ടുള്ള ഇതാണ്, ജില്ലാ മെഡിക്കൽ ഓഫീസർ പലർക്കും ചുമതല കൊടുത്തുകൊണ്ട് ചില ജില്ലയിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇറക്കേണ്ട ആവശ്യമുണ്ടോ, അങ്ങനെ ഇറക്കാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ നടപടി എടുക്കുന്നുണ്ടോ? ഇത് ആക്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ ഉത്തരവിന് മുകളിലും ഈവൻ പ്രിൻസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്തിന്റെ മുന്നിൽ ചീഫ് സെക്രട്ടറിയുടെ ഉത്തരവിന് പോലും മുകളിലാണ് ഒരു ആക്ട്. ഒരു ആക്ട് നിലവിൽ വന്നാൽ അതിന് കീഴിലുള്ള ഒരാൾക്കും ഒരു ഉത്തരവും ഇറക്കേണ്ട ആവശ്യമില്ല. പഞ്ചായത്തിലെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആരാണെന്ന് വളരെ ക്ലിയർ ആണ്. മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ആരോഗ്യവകുപ്പിന്റെ സ്ഥാപനങ്ങൾ ഉള്ളിടത്തുള്ള ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആരാണെന്നും വളരെ ക്ലിയർ ആയിട്ട് ആക്ടിൽ തന്നെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഈ ആക്ട് നോട്ടിഫൈ ചെയ്തതോടുകൂടി ആ കസേരയിൽ ഇരിക്കുന്ന മെഡിക്കൽ ഓഫീസർ ആരാണോ അയാൾ ഓൾറെഡി ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആയി കഴിഞ്ഞു. അയാൾ ഇനി വേറൊരു ഉത്തരവ് വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല. അയാൾ ഓൾറെഡി ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആണ്. ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ചെയ്യേണ്ട നടപടി ചെയ്യാത്തതിന്റെ പേരിൽ ഒരു ശിക്ഷണ നടപടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ട് ഒരു പ്രൊട്ടക്ഷനും തരൂല എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഓൾറെഡി ബൈ ആക്ട് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആണ്. അതുകൊണ്ട് നമ്മൾ ആ നടപടി സ്വീകരിക്കേണ്ടത് നമ്മുടെ കടമയായി ഓൾറെഡി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. DMOയുടെ DHSന്റെ ഉത്തരവിന് ദയവായിട്ട് വെയിറ്റ് ചെയ്തിരിക്കരുത്. ആകെ DMOയുടെ ഒരു ഉത്തരവ് ആവശ്യം വരുന്നത് ഈ പറഞ്ഞ സ്ഥാപനങ്ങളുടെ ഏരിയയിൽ ഒന്നും പെടാത്ത ചില അർബൻ ഏരിയാസിൽ ഒന്നിലധികം ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസർമാർ ജില്ലയിൽ ഉള്ളതിൽ ആർക്ക് ഏത് ഏരിയയുടെ ചുമതല എന്ന് DMO ചുമതലപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് ആ ചുമതലപ്പെടുത്തുന്ന ഉത്തരവ് മാത്രമേ DMO ഇറക്കേണ്ടതുള്ളൂ എന്നുള്ളത് കൂടെ ഓർക്കുക. അപ്പൊ അത് നേരത്തെ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം കൂടെ ഇവിടെ ക്ലിയർ ചെയ്ത് പോവുകയാണ്. അപ്പൊ മെമ്പർ സെക്രട്ടറി ഓഫ് ദി ലോക്കൽ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റി ഷാൽ ബി ദി ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ. അത് വളരെ ക്ലിയർ ആണ് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത്. ഇനി പവേഴ്സ് എന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ട് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ പവേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് എവിടെ വേണമെങ്കിലും കയറി പരിശോധിക്കാനും അത് നോട്ടീസ് കൊടുക്കേണ്ട ചില സ്ഥലങ്ങളിൽ നോട്ടീസ് കൊടുക്കേണ്ട സ്ഥലങ്ങൾ, ഇപ്പൊ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു അത്ര ഡയർ എമർജൻസി ഒന്നും ഇല്ലെങ്കിൽ 2 മണിക്കൂർ നോട്ടീസ് കൊടുത്തിട്ട് മാത്രമേ കയറാൻ പറ്റുള്ളൂ. മാത്രമല്ല കയറുന്ന സമയത്ത് സ്ത്രീകളുടെയും മറ്റുമുള്ള അതേപോലെയുള്ളതും റിലീജിയസ് ആയിട്ടുള്ള ഒക്കെയുള്ള പ്രൈവസി മാനിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഡ്വെല്ലിംഗ് ഹൗസസിൽ, അതായത് ആളുകൾ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിൽ മാത്രം 2 മണിക്കൂർ നോട്ടീസ് കൊടുക്കാൻ. പക്ഷെ അതും എന്തെങ്കിലും ഒരു സീരിയസ് അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്കത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോട്ടീസ് ഇല്ലാതെ കയറാൻ പറ്റും. പക്ഷെ സാധാരണഗതിയിൽ അത് നോട്ടീസ് ഇല്ലാതെ കയറാതിരിക്കുന്നതാണ് സേഫർ. പക്ഷേ ഡ്വെല്ലിംഗ് ഹൗസസ്, റെസിഡൻഷ്യൽ ഹൗസസ് അല്ലാത്ത വേറെ എവിടെ ഡ്വെല്ലിംഗ് പ്ലേസസ്, അതായത് ഏതെങ്കിലും ഒരു ലോഡ്ജോ ഹൗസോ എന്തെങ്കിലും ആളുകൾ താമസിക്കുന്ന സ്ഥലമല്ലാത്ത ഫാക്ടറി, ഷോപ്പുകൾ, ഹോട്ടലുകൾ, സ്ലോട്ടർ ഹൗസുകൾ അടക്കമുള്ള ഏത് സ്ഥാപനത്തിലും വിത്തൗട്ട് എനി നോട്ടീസ് കയറാനുള്ള അധികാരം നമുക്ക് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കുണ്ട്. ഞാൻ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ അത് ബൈ ഡിഫോൾട്ട് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ എന്തൊക്കെ അധികാരമുണ്ടോ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആ മുഴുവൻ അധികാരങ്ങളും ആ ജില്ലക്കകത്ത് മൊത്തമുണ്ട്. ഇപ്പൊ ഒരു PHCയിലെ മെഡിക്കൽ ഓഫീസർ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ആ നടപടി വേണമെങ്കിൽ DMOക്ക് എടുക്കാം. പക്ഷെ അന്നേരം അത് റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ഇൻഎഫിഷ്യൻസി ആണ് എന്നുള്ളത് കൂടെ ഓർക്കണം. ഒരു മെഡിക്കൽ ഓഫീസർ അവിടെ ചെയ്യേണ്ട പണി ചെയ്യാതിരിക്കുകയും DMO അത് അവിടെ കയറി ചെയ്യുകയും ചെയ്യുന്നത് പോലെയുള്ള ഒരു നാണക്കേട് നമുക്ക് ഉണ്ടാവാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മുടെ ഡ്യൂട്ടി നമ്മൾ തന്നെ ചെയ്യുക, വേറൊരാൾ നമ്മുടെ മുകളിൽ ഇരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടി വരരുത് എന്നുള്ളത് പ്രധാനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ DMOക്ക് ആ ജില്ലയിലെ എവിടെയും, അതേപോലെ DHSന് സംസ്ഥാനത്ത് എവിടെയും അതാത് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർമാരുടെ പവേഴ്സ് എക്സർസൈസ് ചെയ്യാനുള്ള ഒരു
ഇതുകൂടെ അധികാരം കൂടെ നിയമത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് എന്തൊക്കെ അധികാരങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം DHSനും DMOക്കും ഉണ്ട് എന്നുള്ളത് ഓർക്കുക. അവരുടെ ഏരിയ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ഏരിയ അല്ല, അവരുടെ ഏരിയ അവരുടെ അധികാര പരിധിയാണ് എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അധികാരങ്ങൾ സെയിം ആണ്, അധികാര പരിധിയാണ് മാറ്റം വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ കയറി ഇൻസ്പെക്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അത് റെസിഡൻഷ്യൽ ഏരിയാസ് ആണെങ്കിൽ അവിടെ വിത്ത് നോട്ടീസ്, മറ്റുള്ളവർക്ക് ഈവൻ വിത്തൗട്ട് നോട്ടീസ് കയറി പരിശോധിക്കാം, നടപടികൾ സ്വീകരിക്കാം. They shall have the power to direct any person or institution to do, എന്തെങ്കിലും ചെയ്യാൻ ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യുന്ന കാര്യത്തിൽ നിന്നും പിന്മാറാൻ ഡയറക്റ്റ് ചെയ്യാം, ഓർ ടു ചേഞ്ച് എനി സിറ്റുവേഷൻ. അവിടെയുള്ള അവസ്ഥ ഏത് രീതിയിലാണോ നമുക്ക് മാറ്റണം എന്ന് ശാസ്ത്രം പറയുന്ന ആ രീതിയിൽ മാറ്റാനുള്ള നിർദ്ദേശം കൊടുക്കാം. ഫോർ വാട്ട്? which is necessary, which is deemed necessary for ensuring public health. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി എന്താണ് ശാസ്ത്രീയമായിട്ട് ആവശ്യമുള്ളത് എന്ന് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ തീരുമാനിച്ച കാര്യം ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം നിർത്തിവെക്കാൻ പറയാനോ ഒക്കെയുള്ള അധികാരം ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കുണ്ട്. അത് പറയുമ്പോൾ കൃത്യമായിട്ട് എത്ര സമയത്തിനുള്ളിൽ എന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതുണ്ട്. സമയം സ്പെസിഫൈ ചെയ്യുന്ന സമയത്ത് ഫീസിബിൾ ആയിരിക്കണം എന്നുള്ളത് കൂടെ നോക്കേണ്ടതുണ്ട്. ഒരു വലിയ ഒരു കുളം കല്ല് കെട്ടി അതിനകത്തേക്ക് വെള്ളം പുറത്തു നിന്ന് ഒഴുകി വരുന്നത്, അല്ലെ കുടിവെള്ളം എടുക്കുന്ന ഒരു കുളത്തിന്റെ അരികുകൾ കെട്ടിപ്പൊക്കി വെള്ളം അതിനകത്തേക്ക് ഒഴിഞ്ഞിറങ്ങുന്നത്, അല്ലെങ്കിൽ ഒരു കിണറിലെ പൊതു കിണറിലേക്ക് വെള്ളം ലീക്കാവുന്നത് തടയാൻ വേണ്ടി അതിന്റെ പൊത്തുകളും പോടുകളും എല്ലാം അടയ്ക്കാൻ സിമന്റ് ഇട്ട് അടയ്ക്കണം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് അത് 24 മണിക്കൂറിനുള്ളിൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ പ്രായോഗികമാവില്ല. അതുകൊണ്ട് ഈ ആക്ടിനകത്ത് തന്നെ വേറൊരു സ്ഥലത്ത് ഇത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ട് ആ നോട്ടീസ് കൊടുക്കുമ്പോൾ ആ ടൈം സ്പെസിഫൈ ചെയ്യുന്നത് ഒരു ഫീസിബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കണം എന്നുള്ള ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു സമയക്രമം കൊടുക്കണം എന്നുള്ളത്. പക്ഷേ ആ സമയത്തിനുള്ളിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ അത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻഫോം ചെയ്യാനുള്ള ഒരു അധികാരം ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കുണ്ട്. ആ ലോക്കൽ സെൽഫ് ഗവൺമെന്റിന് ഈ പറഞ്ഞ മെഡിക്കൽ ഓഫീസർ എന്താണോ പറഞ്ഞത്, അല്ലെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്താണോ പറഞ്ഞത്, ആ ഉടമസ്ഥൻ എന്താണോ ചെയ്യാതിരുന്നത് ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള അധികാരം ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഉണ്ട്. ചെയ്ത ശേഷം അതിന് ചെലവായ മുഴുവൻ തുകയും ടാക്സ് ഈടാക്കുന്ന അതേ രീതിയിൽ ഈടാക്കാൻ, അതായത് പഞ്ചായത്ത് ഏതൊക്കെ ടാക്സുകൾ ഈടാക്കുന്നുണ്ടോ ആ ടാക്സ് ഈടാക്കുന്ന അതേ രീതിയിൽ ഈ വ്യക്തിയിൽ നിന്ന് ഈടാക്കാൻ, ആരാണോ അതിന് കാരണക്കാരനായത് അയാളിൽ നിന്ന് ഈടാക്കാനുള്ള അധികാരവും ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരം ഉള്ളതാണ് എങ്കിൽ പോലും ഇത് വളരെ ക്ലിയർ ആയിട്ട് ഈ ആക്ടിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തിയോടോ ഒരു സ്ഥാപനത്തോടോ ഒരു പ്രവൃത്തി ചെയ്യാനോ ചെയ്യാതിരിക്കാനോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുജനാരോഗ്യത്തിന് ആവശ്യമാണെങ്കിൽ അയാൾ പറഞ്ഞ സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ലെങ്കിൽ അത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് അത് നടപടി സ്വീകരിക്കുകയും അതിന് ചെലവായ തുക ഈ വ്യക്തിയിൽ നിന്ന് ടാക്സ് ആയിട്ട് ഈടാക്കുകയും ചെയ്യാം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിൽ ഫൈൻ ഇമ്പോസ് ചെയ്യാനുള്ള നടപടിയും ഉണ്ട്. കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി പ്രോസിക്യൂഷൻ നടപടികൾ ഇനീഷ്യേറ്റ് ചെയ്യാൻ ചെയ്യാം. അതേ സമയത്ത് ചില കാര്യങ്ങൾ കോമ്പൗണ്ട് ചെയ്യാവുന്ന ഒഫൻസസിൽ ഈ പ്രതിക്ക് അല്ലെങ്കിൽ പ്രതി എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്താ പറയാ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്ക് അത് കോമ്പൗണ്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അയാള് പബ്ലിക് ഹെൽത്ത് ഓഫീസർ നിശ്ചയിക്കുന്ന ഒരു തുക അടച്ച് ഒരു മാപ്പപേക്ഷ പോലെ അപേക്ഷിക്കുകയാണെങ്കിൽ അത് കോമ്പൗണ്ട് ചെയ്ത് അത് സ്വീകരിക്കാനുള്ളതും ചില ഒഫൻസസിലുണ്ട്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇംപ്രിസൺമെന്റ് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് പ്ലസ് ഫൈനോ ഉള്ള ഒരു ഒഫൻസും നമുക്ക് ശിക്ഷ അതാണെങ്കിൽ അത് നമുക്ക് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഫൈന് മാത്രമായിട്ടുള്ള ഒഫൻസസ് ആണെങ്കിൽ കോടതി പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി ആ ഫൈന് തുല്യമായിട്ടുള്ളതോ അല്ലെങ്കിൽ അതിന് ഇതായിട്ടുള്ള ഒരു തുക തീരുമാനിച്ച് കോമ്പൗണ്ട് ചെയ്യാനുള്ള ഒരു അധികാരവും മെഡിക്കൽ ഓഫീസർക്ക് കൊടുത്തിട്ടുണ്ട്. അത് അത്തരം ഫൈൻ മാത്രമുള്ള ഇംപ്രിസൺമെന്റ് ഒരു വിധത്തിലും വരാത്ത ഒഫൻസസിന് മാത്രമേ പറ്റുള്ളൂ. ഇംപ്രിസൺമെന്റ് ഉണ്ടെങ്കിൽ കോടതിയിൽ പോകേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. ഇനി ഇംപ്രിസൺമെന്റ് ഇല്ലാത്തതിൽ നമ്മൾ കോടതിയിൽ പോയി ആദ്യമേ അയാളോട് പറഞ്ഞിട്ട് അയാൾ കോമ്പൗണ്ട് ചെയ്യാനൊന്നും റെഡിയല്ല, ഫൈൻ അടയ്ക്കാൻ റെഡിയല്ല, നമ്മൾ കേസിന് പോവുകയാണ്. കേസിന് 2 തവണ നടന്നു കഴിഞ്ഞപ്പോൾ അയാള് നടന്നു മടുത്തിട്ട് ഇതിനി അടുത്ത കാലത്തൊന്നും തീരില്ലെന്ന് തോന്നുമ്പോൾ അയാൾ പറയാണ് ഞാൻ പൈസ അടയ്ക്കാൻ തയ്യാറാണ്, കോമ്പൗണ്ട് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു അപേക്ഷ തരികയാണെങ്കിൽ ആ അപേക്ഷ ഇതിന് കോടതി പോകുന്നതിന് മുമ്പാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് അപേക്ഷ തരണം. അത് പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് തീരുമാനമെടുക്കാം. കോടതിയിൽ പോയി കഴിഞ്ഞാണെങ്കിൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആ അപേക്ഷ കോടതിയുടെ മുന്നിൽ വെക്കുകയും കോടതിയുടെ അനുവാദത്തോടു കൂടി നമുക്ക് ഈ കോമ്പൗണ്ട് ചെയ്യാൻ കോടതി അനുവദിക്കുകയാണെങ്കിൽ കോമ്പൗണ്ട് ചെയ്യാവുന്നതാണ്. ഒരിക്കൽ കൂടെ പറയാം, കോമ്പൗണ്ട് ചെയ്യാൻ പറ്റാത്ത ഒഫൻസസ് എന്ന് പറയുന്നത്
ഓഫ് ഫൈനിന്റെ കൂടെ ഇംപ്രിസൺമെന്റ് ഉള്ളതോ അല്ലെ ഇംപ്രിസൺമെന്റ് മാത്രമായിട്ടോ ശിക്ഷയായിട്ട് വരുന്ന ഒരു ഒഫൻസും നമുക്ക് പൈസ അടപ്പിച്ച് കോമ്പൗണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു കോമ്പൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ രാജിയാക്കുക എന്നുള്ളതാണ്. കേസ് അയാളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം പൈസ അടച്ചിട്ട് ഒരു തുക അടച്ച് അയാള് ക്ഷമ വാങ്ങി പോവുക അല്ലെ മാപ്പ് പറഞ്ഞ് പിരിഞ്ഞു പോവുക എന്നുള്ളതാണ് അതിന്റെ സാധാരണ ഭാഷയിൽ പറഞ്ഞുള്ള മലയാളം. അപ്പൊ അത് നമുക്ക് ഇംപ്രിസൺമെന്റ് ഉള്ളതിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഓർക്കാം. ഇത് ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ അധികാരങ്ങൾ വളരെ വിപുലമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും തന്നെ പോകുന്നില്ല. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡയറക്ട്ലി ആക്ടിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. അതിൽ ആക്ട് തന്നെ വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടി വരും നടപടിയിലേക്ക് പോകുന്ന സമയത്ത് എന്നുള്ളത് ഓർക്കുക. ഓരോ ചാപ്റ്ററിലും അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വരുന്നത് ഈ നോയിസൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചാപ്റ്ററിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നടപടി എടുക്കാൻ വേണ്ടി നടപടി എടുക്കാനുള്ള അധികാരം ആരോഗ്യവകുപ്പിലെ ആളുകൾക്ക് ഉള്ളത് എന്നുള്ളത് ഓർക്കുക. അപ്പൊ ചാപ്റ്റർ 5 റിമൂവൽ ഓഫ് ന്യൂയിസൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നേരത്തെ ഡെഫിനിഷനിൽ എന്താണ് ന്യൂയിസൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കുറച്ചുകൂടെ വിപുലമായിട്ട് ഈ 5ാമത്തെ ചാപ്റ്ററിലെ ആദ്യത്തെ ക്ലോസ് ആയിട്ടുള്ള 21ാമത്തെ ക്ലോസിൽ ന്യൂയിസൻസിനെ ഒന്നും കൂടെ വിശദമാക്കി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പൊ അത് രണ്ടും ചാപ്റ്റർ 1 ന്യൂയിസൻസിന്റെ ഡെഫിനിഷനും നോക്കണം, ചാപ്റ്റർ 5 ക്ലോസ് 21 ന്യൂയിസൻസിന്റെ ഡെഫിനിഷന്റെ എക്സ്പാൻഷനും നോക്കണം. അതിൽ പെടാത്ത ഒരു സാധനവും നമുക്ക് ന്യൂയിസൻസ് ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. അതിൽ പെടാത്ത സാധനം കണ്ടുപിടിക്കുന്ന ആൾക്ക് ഒരു അവാർഡ് കൊടുക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. കാരണം പരമാവധി ഉൾപ്പെടുത്താവുന്ന എല്ലാ സാധനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഒരൊറ്റ സാധനം മാത്രം ഞാൻ ഇപ്പം ഇല്ലാത്ത സമയമാണെങ്കിൽ കുറഞ്ഞ സമയത്താണെങ്കിലും നമുക്ക് നമ്മുടെ ഹെജിമ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ 21ാമത്തെ ക്ലോസിലെ 19ാമത്തെ സബ് ക്ലോസില് ന്യൂയിസൻസ് ആയിട്ട് പറഞ്ഞിട്ടുള്ള സാധനം നമ്മൾ കൈയടിച്ച് പാസ്സാക്കേണ്ട ഒന്നാണ്. കാരണം ഒരുപാട് ദുരിതം നമ്മൾ മെഡിക്കൽ ഓഫീസർമാർ എന്നുള്ള നിലയ്ക്ക് അനുഭവിക്കുന്ന ഒരു സാധനമാണ്. മേക്കിംഗ് ഫാൾസ് ഓർ ഫേക്ക് പ്രോപ്പഗൻഡ വിച്ച് ഇൻ എനി മാനർ അഡ്വേഴ്സ്ലി എഫക്ട് ദ പബ്ലിക് ഹെൽത്ത് ആക്ടിവിറ്റീസ് ഓർ ഇറ്റ്സ് ഒബ്ജക്ട്സ്. നേരത്തെ എത്രയൊക്കെ കഷ്ടപ്പെട്ട് നിയമത്തിന്റെ നൂലാമാലകളുടെ ഇടയിൽ നിന്ന് ചെറിയ ചെറിയ എന്താ പറയാ മുടിനാര പോലത്തെ നേരിയ ഒരു സാധനങ്ങളൊക്കെ പൊക്കിയെടുത്തിട്ടാണ് ജേക്കബ് വടക്കഞ്ചേരിക്കെതിരെ നമ്മൾ കേസ് കൊടുത്തത്. അയാള് ഇത്രയും കാലം വളരെ അഹങ്കാരത്തോടു കൂടി നമുക്കൊക്കെ ഈ ശാസ്ത്രത്തിനെതിരെ സംസാരിച്ച് നടന്നതിന് കുറച്ചൊരു സമാധാനം വന്ന ആ കേസോട് കൂടിയാണ്. പക്ഷെ അതുപോലെ അന്ന് ജാമ്യത്തിൽ ഇറങ്ങി പോകുന്നത് പോലെ പോലും ഇനി എളുപ്പമാവില്ല. നോയിസൻസിനെ അതിനെയൊക്കെ തന്നെ അത്തരം പ്രവർത്തനങ്ങളെയൊക്കെ തന്നെ നോയിസൻസിന്റെ ഭാഗമായിട്ട് വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്ത് നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഇനി എന്താ പറയാ അത് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വീണ്ടും അത് തുടരുകയാണെങ്കിൽ കണ്ടിന്യൂയിങ് ഒഫൻസിന് കടുത്ത ശിക്ഷയിലേക്ക് പോകാനുള്ള ഇതുകൂടെ റൂൾസ് വരുന്നതോടുകൂടി ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ പോലും സോഷ്യൽ മീഡിയ പ്രചരണങ്ങൾ അടക്കം നമുക്ക് കേസ് കൊടുക്കാനുള്ള അതിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 14 ജില്ലയിലെ 14 മെഡിക്കൽ ഓഫീസർമാർ വിചാരിച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇത്തരം പ്രോപ്പഗൻഡ നടത്തുന്ന ആൾക്കാരെ ജില്ലകൾ തോറും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള കോടതികളിൽ ഓടിക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള വകുപ്പ് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. അപ്പം ഫോൾസ് പ്രോപ്പഗൻഡ വളരെ ശക്തമായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് തടയാൻ വേണ്ടി സാധിക്കും. ഇത് ഈ സാധാരണ ഒരു സൈബർ കുറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സൈബർ ഇതിലും അവിടെ നിന്ന് അതിന്റെ അല്ലെങ്കിൽ നമ്മളിപ്പം തമാശയായിട്ട് പറയുന്നുണ്ട്, പുഴയിൽ ഒഴുകി വരുന്ന ശവം മറ്റേ പോലീസ് സ്റ്റേഷന്റെ ഏരിയയിലേക്ക് തള്ളിവിടും എന്നൊക്കെ പറയുന്ന പോലെ ഇതിന്റെ ജൂറിസ്ഡിക്ഷനെ പറ്റി തർക്കമൊന്നുമില്ല. കേരളത്തിൽ എവിടെയുള്ള ഏതൊരു മെഡിക്കൽ ഓഫീസർക്കും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇത്തരം പരസ്യ പ്രചരണങ്ങൾ പ്രസംഗത്തിലൂടെ പ്രസംഗിച്ച സ്ഥലത്ത് മാത്രമല്ല ആ പ്രസംഗം വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വീഡിയോ എത്തിപ്പെട്ടിട്ടുള്ള ഏത് ജില്ലയിലെ ഏത് മെഡിക്കൽ ഓഫീസർക്കും ഇയാളുടെ പേരിൽ കേസെടുക്കാം. നമ്മുടെ 900-ലധികം വരുന്ന സ്ഥാപനങ്ങളെല്ലാം കൂടെ തന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി അവര് പരിപാടി നിർത്തുന്ന ഒരു സാഹചര്യം വരും. ഞാനത് അല്പം വിശദമായിട്ട് അത് പറഞ്ഞെന്ന് മാത്രം. അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ വരുന്നതാണ്. ആവശ്യത്തിൽ കൂടുതൽ ബഹളം ഉണ്ടാക്കുന്നത്, വൈബ്രേഷൻ ഉണ്ടാക്കുന്നത്, പൊടി ഉണ്ടാക്കുന്നത്, ഇപ്പം മരപ്പണിയൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് വലിയ ഫാക്ടറികളിലൊക്കെ ഉള്ള അതിന്റെ ഡസ്റ്റ് അല്ലെങ്കിൽ അതിന്റെ മരത്തിന്റെ ഈ ചിപ്പിലിപ്പൊടി എന്ന് പറയുന്ന സാധനം, മോശപ്പെട്ട മണം, ടോക്സിക് ആയിട്ടുള്ള വസ്തുക്കള്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോയിസൻസ് എന്നുള്ള ഡെഫിനേഷനിൽ വളരെ കൃത്യമായിട്ട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞ് 20ാമത്തെ ക്ലോസ് എന്ന് പറയുന്നത് എനി അതർ മാറ്റേഴ്സ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ചാപ്റ്റർ. ഇപ്പൊ ഗവൺമെന്റിന് വേണമെങ്കിൽ ഏത് സമയത്തും ഇതിന്റെ കൂടെ ഏതും കൂട്ടിച്ചേർക്കാനുള്ള നോയിസൻസ് ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള
ഈ കോടതി ശല്യക്കാരനായ വ്യവഹാരി എന്ന് പ്രഖ്യാപിക്കുന്ന പോലെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ ന്യൂസൻസ് ആയിട്ട് പ്രഖ്യാപിക്കാനുള്ള ഒരു അധികാരം കൂടെ സർക്കാരിന് കൊടുത്തിട്ടുകൊണ്ടാണ് ആ ക്ലോസ് അവസാനിപ്പിക്കുന്നത്. അതെങ്ങനെ ഡിസ്പോസ് ചെയ്യാമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അവരെ കൊണ്ട് ഡിസ്പോസ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ അതോറിറ്റി വഴി ഡിസ്പോസ് ചെയ്യിപ്പിക്കുകയോ ചെയ്യാമെന്നുള്ളത് ഒരു പ്രവൃത്തി ചെയ്യുന്നതും തെറ്റായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്യുന്നതും കുറ്റകരമാണ്, ചെയ്യേണ്ട ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുന്നതും ന്യൂസൻസ് ആയിട്ട് കണക്കാക്കാനുള്ള വകുപ്പുണ്ട് എന്നുള്ളത് ഓർക്കുക. ഇനി ഞാൻ എല്ലാ ചാപ്റ്ററിനും 1-2 കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകാം. സാനിറ്റേഷൻ ഫെസിലിറ്റീസ് എന്ന് പറയുന്ന 4ാമത്തെ ചാപ്റ്ററിൽ ഈ സാനിറ്റേഷൻ ഫെസിലിറ്റിയെ പറ്റി ഇതുവരെ ഇല്ലാത്ത, നേരത്തെ ആക്ടിലൊന്നും വളരെ കൃത്യതയോടുകൂടി നമുക്ക് ഒരു നടപടി എടുക്കാൻ പറ്റാത്ത സ്ഥാപനം ഉണ്ടായിരുന്നതിന് സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് പബ്ലിക് ലാട്രിൻസ് ഉള്ള സ്ഥലത്ത് അത് എത്രണ്ണം വേണം, ഹോസ്റ്റലുകളിൽ ലോഡ്ജുകളിലൊക്കെ എത്ര വേണം എന്നുള്ളത് സ്പെസിഫൈ അതനുസരിച്ച് ഇല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിക്കാൻ പറ്റും എന്നുള്ളത്, അത് വൃത്തിയോടുകൂടി സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നടപടി സ്വീകരിക്കാൻ പറ്റും. അതിനകത്ത് ആവശ്യത്തിന് വെള്ളമില്ലെങ്കിൽ അത് അവിടെ നിന്നുള്ള വെള്ളം പുറത്തേക്ക് ഒഴുകി വേസ്റ്റ് വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ, അതേപോലെ പ്രൈവസി ഇല്ലെങ്കിൽ അതിനൊക്കെ തന്നെ നടപടി സ്വീകരിക്കാൻ നമുക്ക് നോട്ടീസ് കൊടുക്കുകയും അവർ ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളത് ഓർക്കുക. അത് ആരോഗ്യ പ്രശ്നം, പൊതുജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ അത് പഞ്ചായത്തിന് നടപടി എടുത്തിട്ട്, അവർ ചെയ്തിട്ടില്ലെങ്കിൽ പഞ്ചായത്തിന് നടപടി എടുത്തിട്ട് ഇത് അവരുടെ കയ്യിൽ നിന്ന് ടാക്സ് പോലെ ഈടാക്കാനും സാധിക്കും. അതേപോലെ തന്നെ തിരിച്ച് കോടതിയിൽ പോകാനും നമുക്ക് ഇമ്മീഡിയറ്റ് പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു സാധനമാണെങ്കിൽ കോടതിയിൽ കേസായിട്ട് മുന്നോട്ട് പോകാനും വേണ്ടി നമുക്ക് സാധിക്കും എന്നുള്ളത് ഓർക്കാം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററുകളിലേക്ക് പോകുമ്പോൾ ന്യൂസൻസ്, പിന്നെ റീപ്രൊഡക്റ്റീവ് 6ാമത്തെ ചാപ്റ്റർ റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ നിയോണേറ്റൽ ആൻഡ് ചൈൽഡ് ആൻഡ് അഡോളസന്റ് ഹെൽത്ത് എന്നുള്ളതാണ്. അവിടെ നമുക്ക് സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് അല്ലെങ്കിൽ അതോറിറ്റിക്ക് ചുമതലയുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഇത്രയും മാത്രമേ ഒറിജിനൽ ആക്ടിലും പറഞ്ഞു വെച്ചിട്ടുള്ളൂ. അപ്പൊ അവിടെയൊക്കെ പക്ഷേ ഈ അബോർഷൻ ആന്റി അബോർഷൻ ആക്ടിവിസ്റ്റുകളൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഇത് അബോർഷൻ പ്രൊമോട്ട് ചെയ്യാനുള്ള നടപടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പല ഒബ്ജക്ഷൻസും ഈ ഹിയറിംഗിലൊക്കെ വന്നിരുന്നു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല ഉദ്ദേശം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുകയും ആ ഒരു ചാപ്റ്റർ നമ്മൾ അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 7ാമത്തെ ചാപ്റ്റർ ആണ് ഈ കോവിഡ് പോലെയുള്ള പശ്ചാത്തലത്തിൽ ഇനി വരാൻ പോകുന്ന പബ്ലിക് ഹെൽത്ത് പ്രശ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇതിന്റെ ആക്ടിന്റെ ഒരു പല്ലും നഖവും എന്ന് പറയാവുന്നത് ഇതിന്റെ പ്രധാന ഭാഗവും ചാപ്റ്റർ 7-ൽ നിന്നാണ് വരുന്നത്. അതിനകത്ത് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെയാണ് എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്തതിന് അപ്പുറത്തായിട്ട് നോട്ടിഫയബിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, അതായത് നമ്മൾ ഓരോരുത്തരും പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ശ്രദ്ധയിൽ വന്നു കഴിഞ്ഞാൽ സർക്കാരിനെ അറിയിക്കേണ്ടതായിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ട്യൂബർക്ലോസിസിൽ തുടങ്ങി മുന്നോട്ട് പോയി കോവിഡ് വരെയുള്ള ഒരുപാട് രോഗങ്ങൾ അതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും അവസാനം പറഞ്ഞിരിക്കുന്നത് ഡിസീസസ് വിച്ച് ആർ ഡിക്ലെയർഡ് ആസ് നോട്ടിഫയബിൾ ബൈ ദ സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ് ഫ്രം ടൈം ടു ടൈം എന്നും, അതേപോലെ തന്നെ ഇൻഫെക്ഷൻസ് വിച്ച് ദ ഗവൺമെന്റ് ഡിസൈഡ്സ് ടു ബി റിപ്പോർട്ടഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ത്രെറ്റ് ഓഫ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നുള്ളത്. അത് ഭാവിയിൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ കോളിസ്റ്റിൻ റെസിസ്റ്റന്റ് ബാക്ടീരിയ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആണ്. അതിപ്പോ കോമൺ ആയിക്കൊണ്ടിരിക്കുന്നു. കോളിസ്റ്റിൻ റെസിസ്റ്റന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനപ്പുറത്തൊന്നുമില്ല. പഴയ കാലത്ത് ബിഫോർ അലക്സാണ്ടർ ഫ്ലെമിംഗ് എന്നുള്ള കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ കോളിസ്റ്റിൻ റെസിസ്റ്റൻസ് കണ്ടു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് മാൻഡേറ്ററി ആക്കാൻ വേണമെങ്കിൽ ഗവൺമെന്റ് തീരുമാനിച്ചാൽ പറ്റും. ഞാനത് അണ്ടർ കൺസിഡറേഷൻ ഉള്ള ഒരു കാര്യം, ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്ന് മാത്രം. നിലവിൽ അതില്ല, പക്ഷെ ഗവൺമെന്റിന് ആ പവർ കൊടുത്തിട്ടുണ്ട്. ഈ ആക്ടിന്റെ ഈ ക്ലോസിൽ ഇൻഫെക്ഷൻസ് വിച്ച് ദ ഗവൺമെന്റ് ഡിസൈഡ്സ് ടു ബി റിപ്പോർട്ടഡ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ത്രെറ്റ് ഓഫ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. അപ്പം പ്രതീക്ഷിക്കുന്ന പോലെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കോളിസ്റ്റിൻ റെസിസ്റ്റൻസ് പോലെയുള്ള സീരിയസ് ആയിട്ടുള്ള ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ടെസ്റ്റിംഗ് ലാബുകൾ മാൻഡേറ്ററി ആയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട സാഹചര്യം വരികയും അങ്ങനെ വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ധാരണയും അതിനെതിരെ നടപടി സ്വീകരിക്കാനുമുള്ള ഇതെല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ഹോസ്പിറ്റൽസ് ഐസൊലേഷൻ വാർഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിന്റെ ആവശ്യകത, അത് ആവശ്യം വരികയാണെങ്കിൽ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് അത് ഇൻസിസ്റ്റ് ചെയ്യാനുള്ള ഒരു അധികാരം ഇതൊക്കെ തന്നെ തന്നിട്ടുണ്ട്. 31ാമത്തെ ക്ലോസിൽ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംപ്ലിമെന്റേഴ്സ് എന്നുള്ളതിന്റെ അപ്പുറത്ത് റിസീവിംഗ് എൻഡിൽ നിൽക്കുന്ന ആൾക്കാർ എന്നുള്ളതൊക്കെ വളരെ പ്രധാനമാണ്. മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ഈ പറഞ്ഞ നോട്ടിഫയബിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പ്രൊപ്പോസ്ഡ് അതിന്റെ ട്രീറ്റ്മെന്റ് ക്രൈറ്റീരിയ ഫോളോ ചെയ്യണം. അത് കഴിഞ്ഞ് തുടർ ക്ലോസുകളിൽ അത് റിപ്പോർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫൈൻ എത്രയാണ് എന്നുള്ള നടപടി എന്താണ് എന്നുള്ളതും പറയുന്നുണ്ട്. ഇപ്പൊ നോട്ടിഫയബിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിന്റെ ലിസ്റ്റ് ഒന്നുകിൽ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസിങ് ഡോക്ടേഴ്സ് ഒന്നുകിൽ അത് ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്ത് അത് ഒ പിയിലാണെങ്കിലും PHC-ലോ FHC-ലോ ഒ പിയിലാണെങ്കിലും സ്വന്തം പ്രൈവറ്റ് പ്രാക്ടീസ് സ്ഥലത്താണെങ്കിലും അത് ലിസ്റ്റ് അവിടെ എഴുതി വെക്കുകയും
അത് ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ ഉടനെ അത് DSOക്കോ ആർക്കെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കോ റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് ഇൻ റൈറ്റിംഗ് ഓർ ത്രൂ ഇമെയിൽ എങ്കിലും റിപ്പോർട്ട് ചെയ്ത് അവനവന്റെ ഭാഗം സേഫ് ആക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് എറണാകുളത്ത് DLF ഫ്ലാറ്റിൽ ഉണ്ടായിരുന്ന പോലെ നൂറുകണക്കിന് ആൾക്കാർക്ക് ഒന്നായിട്ട് പെട്ടെന്ന് ഒരു അസുഖം വരികയും അത് നോട്ടിഫയബിൾ ആവുകയും ആയ ഒരു അസുഖമാവുകയും അത് ഒരു ഘട്ടത്തിൽ അതിൽ കുറെ കേസസ് നമ്മൾ നമ്മുടെ ക്ലിനിക്കിലോ OPയിലോ കണ്ടിട്ടുണ്ടെന്ന് വരികയും ചെയ്തു കഴിഞ്ഞാൽ മുഖം രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോൾ പണി നമുക്കായിരിക്കും വരിക എന്നുള്ളത് ഓർക്കുക. അപ്പൊ അത് വളരെ പ്രധാനമാണ്. റിപ്പോർട്ട് ചെയ്യേണ്ട സാധനങ്ങൾ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. അത് മോർ ദാൻ ആൻ ഇംപ്ലിമെന്റർ, അതിന്റെ ഒരു റെസിപ്പിയന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഓരോ ട്രീറ്റിംഗ് ഫിസിഷ്യൻ ട്രീറ്റിംഗ് ഡോക്ടറും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. പിന്നെ ഫുഡുമായിട്ട് ബന്ധപ്പെട്ട, അതും ഈ ക്ലാസ്സിൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഫുഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടാവുന്നത്. ഫുഡ് സേഫ്റ്റി ആക്ട് വന്നതോടുകൂടി നമ്മുടെ അധികാരങ്ങൾ അതിൽ പൂർണ്ണമായിട്ടും പോയി എന്ന് പറയുന്ന ഒരു വാദമൊക്കെ തന്നെ നേരത്തെ വന്നിരുന്നു. അപ്പൊ അത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ആ ചർച്ച ഉള്ളത് കൊണ്ട് തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് ഈ ആക്ടിനകത്ത് അത് എഴുതി ചേർത്തിട്ടുണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസർക്കുള്ള അധികാരങ്ങൾക്ക് അപ്പുറത്ത് നമുക്ക് എന്ത് അധികാരമുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സാമ്പിൾ എടുക്കാൻ ബൈ ലോ FSI പ്രകാരം ഈ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് മാത്രമേ അധികാരമുള്ളൂ. ഫുഡ് സേഫ്റ്റി കമ്മീഷണർക്ക് പോലും അധികാരമില്ല. അത് അവരുടെ, അതായത് അവരുടെ സൂപ്പർ, നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കുള്ള അധികാരങ്ങളെല്ലാം DMOക്കും DHSനും ഉണ്ട്. ആ അധികാരം ഫുഡ് സേഫ്റ്റിയിലില്ല. ഫുഡ് സേഫ്റ്റി ആ ഏരിയയിലെ ഫുഡ് സേഫ്റ്റി ഓഫീസർക്ക് മാത്രമേ സാമ്പിൾ എടുക്കാൻ അധികാരമുള്ളൂ. അയാൾ ആ പണി ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ സുപ്പീരിയർ ഓഫീസർക്ക് വന്ന് എടുക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് ഫുഡ് സേഫ്റ്റി ആക്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും സാമ്പിൾ എടുക്കാൻ പറ്റില്ല. സാമ്പിൾ എടുക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അത് ഫുഡ് സേഫ്റ്റി ഓഫീസർ അറിയിക്കണമെന്നും അവര് വിത്തിൻ എ റീസണബിൾ ടൈം വന്ന് അത് കളക്ട് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇൻ കേസ് അവർക്ക് എന്തെങ്കിലും കാരണവശാൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നോ അല്ലെങ്കിൽ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ അവർക്ക് എത്താൻ പറ്റില്ല എന്നും ഉണ്ടെങ്കിൽ നമുക്ക് അത് സീസ് ചെയ്ത് നശിപ്പിക്കാനുള്ള അധികാരവും തന്നിട്ടുണ്ട്. സാമ്പിൾ എടുക്കാൻ പറ്റില്ലെങ്കിലും അത് സീസ് ചെയ്ത് നശിപ്പിക്കാനുള്ള അധികാരം തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സാമ്പിൾ എടുക്കുന്നതിനപ്പുറത്ത് അൺഹൈജീനിക് ആയിട്ടുള്ള സാഹചര്യത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നത്, സൂക്ഷിക്കുന്നത്, അത്തരം പ്രശ്നങ്ങളെല്ലാം രോഗം പടർന്നു പിടിക്കാനുള്ള എന്ത് സാഹചര്യം, കുടിവെള്ളം മോശമാണ്, മലിനമാണ്, അല്ലെങ്കിൽ തിളപ്പിക്കാത്ത വെള്ളമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്, ഫിൽട്ടർ ചെയ്യാത്തതോ തിളപ്പിക്കാത്തതായിട്ടുള്ള വെള്ളമാണ് അവിടെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഭക്ഷണം പാചകം ചെയ്യുന്ന കിച്ചൺ അൺഹൈജീനിക് ആണ്, അവിടെ എലിയും പാറ്റയും ഒക്കെയുള്ള ജീവികളെല്ലാം ഉണ്ട്. അത്തരത്തിലുള്ള അസുഖം പകരാനുള്ള എന്ത് സാഹചര്യം ഉണ്ടെങ്കിലും നമുക്ക് ആ സ്ഥാപനം അടപ്പിക്കൽ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള അധികാരം വളരെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു പ്രശ്നം നമ്മൾ നേരിടുന്നത്, പലപ്പോഴും പഴയ ആക്ടിൽ നേരിട്ടിരുന്നത്, നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാനൊക്കെ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നമുക്ക് യൂണിഫോം ഇല്ല, പോലീസ് യൂണിഫോം പോലത്തെ ഒരു യൂണിഫോം ഇട്ടല്ല നമ്മൾ പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ശക്തമായിട്ട് അധികാരം പ്രയോഗിക്കേണ്ട സമയത്ത് നമുക്കത് പോലീസ് സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് റിലക്ടൻസ് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഒരു സ്ഥലത്ത് നോട്ടീസ് പതിപ്പിക്കുകയാണെങ്കിൽ, ഒരാളുടെ പേരിൽ നടപടി നോട്ടീസ് കൊടുക്കുകയാണെങ്കിൽ അതിന് വിറ്റ്നസ് വേണം. വിറ്റ്നസ് മറ്റൊരാളും ഈ പബ്ലിക്കിനെ എടുത്തു കഴിഞ്ഞാൽ അവരെപ്പം വേണം കാലുമാറാം. കോടതി ചെല്ലുമ്പോൾ വിറ്റ്നസ് കാലുമാറാം. ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, അവിടെ ഞാൻ ആ ഏരിയയിലെ ഉണ്ടായിരുന്നില്ല എന്ന് അയാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് എന്തെങ്കിലും രീതിയിൽ തെളിയിക്കാനും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ ഈ നോട്ടീസ് തന്നെ ഇൻവാലിഡ് ആവുകയും നടപടികൾ ഇൻവാലിഡ് ആവുകയും ചെയ്യും. കോടതിയിൽ നാണം കെടുന്ന ഒരു സാഹചര്യം വരും. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജയച്ചമാരെയൊക്കെ തന്നെയാണ് സാക്ഷിയായിട്ട് വെച്ചിരുന്നത്. അതിനപ്പുറത്തുള്ള ഒരു വകുപ്പ് ഇതിനകത്ത് ആക്ച്വലി ചെയ്യാവുന്ന, ഇപ്പൊ വിജിലൻസുകാര് നമ്മളെ ക്ലിനിക്കിൽ റെയ്ഡിന് വരുന്നുണ്ട്, പ്രാക്ടീസ് നേരത്തുള്ള റെയ്ഡിന് വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൂട്ടിയിട്ടാണ് വരിക. അല്ലെങ്കിൽ കൈക്കൂലി പരാതി ഉണ്ടെങ്കിൽ അവിടെ മറ്റൊരു സീനിയർ ഗസറ്റഡ് ഓഫീസറെ കൂട്ടിയിട്ടാണ് വരിക. അതേപോലെ നമുക്ക് പോലീസിന്റെയോ മറ്റു ഉദ്യോഗസ്ഥരുടെയോ സഹായം വേണമെങ്കിൽ സാക്ഷിയാവാൻ ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറുടെ അല്ലെങ്കിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാകുമ്പോൾ അവർക്ക് കോടതിയിൽ കാലുമാറാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ഉദ്യോഗസ്ഥരെ സാക്ഷികളാക്കണമെങ്കിൽ, അതല്ലെങ്കിൽ പോലീസിന്റെ നടപടിയെടുക്കാൻ പോലീസിന്റെ സഹായം വേണമെങ്കിൽ അത് നമുക്ക് ഇൻ റൈറ്റിംഗ് ആവശ്യപ്പെടാമെന്നും, അത് നേരത്തെ ഇല്ലാത്തൊരു ക്ലോസ് എന്ന് പറയുന്നത്, അതിനവര് നടപടി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അവര് വേണ്ട സഹായം നൽകിയിട്ടില്ലെങ്കിൽ, അവർ കൃത്യനിർവഹണം വിലോപം കാണിച്ചതായി കണക്കാക്കി അവരുടെ സുപ്പീരിയർ ഓഫീസർക്ക് നമുക്ക് റിപ്പോർട്ട് ചെയ്യാമെന്നും, ആ സുപ്പീരിയർ ഓഫീസർ കൃത്യവിലോപം നടത്തിയതിനുള്ള ശിക്ഷ നടപടികൾ സ്വീകരിക്കണമെന്നും വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പോലീസിന്റെ കാര്യത്തിൽ മാത്രമല്ല, എനി ഗവൺമെന്റ് സർവന്റ് ഒരു ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആവശ്യപ്പെട്ടാൽ അയാൾക്ക് പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ ഇംപ്ലിമെന്റേഷൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതും, അതിനപ്പുറത്ത് അയാള് പ്രവർത്തിച്ചിട്ടില്ല, ആ വ്യക്തി അത് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ ആവശ്യപ്പെട്ടത് ഇൻ റൈറ്റിംഗ് ആവശ്യപ്പെടണം, അത് ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ പേരിൽ നടപടിക്ക് നമുക്ക്
ആവശ്യപ്പെടാമെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. 8ാമത്തെ ചാപ്റ്റർ വെക്ടർ കൺട്രോൾ ആണ്. അതിലൊക്കെ തന്നെ പഴയ ആക്ടുമായിട്ട് കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളും അതിന്റെ ഫൈനും അതിന്റെ രീതികളിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നതിനപ്പുറത്ത് വെക്ടർ കൺട്രോൾ ഓരോ ആളുടെയും ബാധ്യതയാണ്. അത് ഒരാളുടെ വീടിന്റെ പരിസരത്ത് കൊതുക് വളരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അയാളുടെ പേരിൽ നടപടി എടുക്കാനുള്ള ഒരു വകുപ്പ് കൂടെ ഈ വെക്ടർ കൺട്രോൾ എന്നുള്ള ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ 9ാമത്തെ ചാപ്റ്റർ കമ്മ്യൂണിറ്റി ഗ്യാതറിങ്സ് ഉണ്ടാവുന്ന സ്ഥലത്ത് പബ്ലിക് ഹെൽത്ത് സംബന്ധമായ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവിടെ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്ക് എന്തൊക്കെ അധികാരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ചാപ്റ്റർ 10 പ്രായമായവരുടെയും മറ്റ് വൾണറബിൾ കമ്മ്യൂണിറ്റീസിന്റെയും ഇതിന് ട്രീറ്റ്മെന്റിനെ പറ്റി ഒരു അര പേജ് മാത്രമുള്ള ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അത്തരം വൾണറബിൾ ആൾക്കാർ പേരിൽ നമ്മൾ നടപടികളിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് ഒരു പരിഗണന കൊടുക്കണം എന്നുള്ളത് കൂടെ ഈ ആക്ടിന്റെ ആ ഒരു ക്ലോസ് വായിക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു സൂചന അതിനകത്ത് ഉണ്ട് എന്നുള്ളത് ഓർക്കുക. അതുകൊണ്ട് ഇപ്പൊ വളരെ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, അത്തരം ആൾക്കാർക്കൊക്കെ അവരൊക്കെ ഈ നമ്മുടെ ഇതിന്റെ നടപടിയുടെ റിസീവിംഗ് എൻഡിൽ വരുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എല്ലാവരോടും മാന്യമായിട്ട് പെരുമാറണം, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഇവർക്ക് അവരുടെ ആ വൾണറബിലിറ്റി ുള്ള പരിഗണന കൂടെ കൊടുക്കണം എന്നുള്ളത് ഓർക്കുക. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഏതൊക്കെയാണെന്നും അതിന്റെ കൺട്രോളിൽ എന്തൊക്കെയാണ് ചെയ്യാൻ ശുപാർശ ചെയ്യപ്പെടുന്നത് എന്നുള്ള ശുപാർശകൾ മാത്രമേ അടുത്ത ചാപ്റ്ററിലുള്ളൂ. നടപടികളൊന്നും തന്നെ ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതും കൂടെ ഓർക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അവസാനത്തെ 12ാമത്തെ മിസലേനിയസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മറ്റൊരു ചാപ്റ്ററിലും ഉൾക്കൊള്ളിക്കാൻ പറ്റാത്ത ചില ഘടകങ്ങളൊക്കെ തന്നെ ഉൾക്കൊള്ളിക്കുകയും അതോടൊപ്പം തന്നെ ഫൈനിനെ പറ്റി കുറെ ഒഫൻസസിനുള്ള 23ഓളം ഒഫൻസസിനുള്ള ഫൈനും അവിടെ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള പരമാവധി പഴയ ആക്ടിലൊക്കെ പരമാവധി 500 രൂപയോ മറ്റോ ആണ് ഫൈൻ ഉണ്ടായിരുന്നത്. ഇത് 15,000-ഉം അതിൽ കൂടുതലും ഒക്കെ തന്നെ ഫൈനുള്ള രീതിയിലേക്ക്, ചെറിയ തുക മുതൽ തുടങ്ങി വലിയ തുക വരെ ഫൈനുള്ള രീതിയിലേക്ക് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പഴയതിനേക്കാൾ കൂടുതൽ ആരോഗ്യമുള്ള അല്ലെങ്കിൽ പ്രഹരശേഷിയുള്ള പല്ലും നഖവും കുറച്ചുകൂടെ ഷാർപ്പായിട്ടുള്ള ഒരു ആക്ട് ആണ് ഇപ്പൊ നിലവിലുള്ളത് എന്നുള്ളത് ഓർക്കുക. അത് നമുക്ക് നടപടികളിലേക്ക് പോകാൻ വേണ്ടി നമുക്കതൊരു പ്രചോദനമായിട്ട് മാറണം. ഇത് എല്ലാ സംശയങ്ങളും ഇന്ന് നമുക്ക് തീർത്തു പോകാൻ പറ്റില്ല. ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാനേ പറ്റുള്ളൂ. പിന്നെ ഒരു പരിധി വരെ ഞാൻ നേരത്തെ 2-3 ക്ലോസസ് ഞാൻ വായിക്കുകയും അതിനെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ രീതിയിൽ വായിച്ചാൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതിനെ മുറിച്ചെടുത്തിട്ട് ഈ ഒറ്റ സെന്റൻസ് ആണ്, വലിയൊരു സെന്റൻസ് ആണ്. ഞങ്ങളിത് എഴുതിയ സമയത്ത് ഡോക്ടർ അനീഷും ഞാനും ഒക്കെ, കമ്മ്യൂണിറ്റി മെഡിസിനിലെ ഡോക്ടർ അനീഷും ഞാനും ഒക്കെ ഇതിന് ഈ പബ്ലിക് ഹിയറിംഗിന്റെ ഭാഗമായിട്ട് വന്ന നിർദ്ദേശങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിനെ റീറൈറ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾ കുറച്ച് ശ്രമിച്ചിരുന്നു അതിനെ ഒരു നോർമൽ മനുഷ്യന്റെ ലാംഗ്വേജിലേക്ക് മാറ്റാൻ വേണ്ടി. പക്ഷെ അത് ലോയിൽ പോയി വന്നപ്പോൾ വീണ്ടും ലീഗൽ ലാംഗ്വേജിലേക്ക് മാറി എന്നുള്ളത്, തിരിച്ചത് പഴയ പോലെ മാറി. അപ്പൊ നമുക്ക് ഒറ്റ വഴിയേ ഉള്ളൂ, അതിനെ നമ്മൾ ഒന്ന് പീസാക്കി എടുത്തിട്ട് ആ പീസസിനെ റീഫിറ്റ് ചെയ്യേണ്ടി വരും. അവസാന ഭാഗവും ആദ്യ ഭാഗവും തമ്മിലൊന്ന് റീഫിറ്റ് ചെയ്യും. അതിന്റെ സബ് കണ്ടീഷൻസ് ആക്കിയിട്ട് അതിന്റെ ഇടയ്ക്കുള്ള ഭാഗം ഞങ്ങൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു, ഒറ്റ സെന്റൻസ് ആക്കിയും അതിന്റെ പ്രൊവൈഡഡ് ദീസ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസ് 1, 2, 3, 4 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യായിരുന്നു. അതിനെല്ലാം കൂടെ കുഴച്ചു മറിച്ച് ഒറ്റ സെന്റൻസ് ആക്കുമ്പോൾ മനസ്സിലാക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതിനെ തിരിച്ച് നമ്മൾ നമ്മുടെ ഭാഷയിലേക്ക് ഒന്ന് റീറൈറ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി. അതൊരു ടെക്നിക്കായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട്, അല്ലാതെ നമുക്ക് ഈ ആക്ട് ഒരിക്കലും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. വ്യാഖ്യാനിക്കാൻ പല രീതിയിൽ അത് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരും. ഓരോരുത്തരും സ്വന്തമായിട്ട് വ്യാഖ്യാനിക്കുകയും ചിലപ്പോൾ അപകടത്തിൽ ചാടുകയും ചെയ്യാം. അപ്പൊ വ്യാഖ്യാനിക്കുന്ന സമയത്ത് കഴിയുന്നതും ഞാൻ ഈ പറഞ്ഞ പോലെ അതിന്റെ സെന്റൻസ് മിക്കവാറും ക്ലോസുകളുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും തമ്മിൽ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതിന്റെ ഇടയിലുള്ള സ്റ്റഫ് അങ്ങ് എടുത്ത് മാറ്റിയിട്ടൊന്ന് വായിച്ചു കഴിഞ്ഞാൽ ആ ക്ലോസിന്റെ പർപ്പസ് നമുക്ക് മനസ്സിലാവും. പർപ്പസ് മനസ്സിലായ ശേഷം അതിന്റെ കണ്ടീഷണാലിറ്റീസ് എന്താണെന്നുള്ളതാണ് ഇതിന്റെ മിഡിൽ ഭാഗത്ത് വരിക. അപ്പൊ തലയും വാലും കഴിഞ്ഞ് കഴിഞ്ഞാൽ നടുവിലെ ഉടലിലാണ് ഇതിന്റെ കണ്ടീഷണാലിറ്റീസ് എന്താണെന്ന് വരിക. അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ആക്ടിനെ വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത്രയും ഇതിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സംശയങ്ങൾ നേരത്തെ വന്നിട്ടുള്ള ചില സംശയങ്ങളുണ്ട്, അതുകൂടെ മറുപടി പറയാൻ ശ്രമിക്കാം. മറ്റെന്തെങ്കിലും ആക്ടുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിനുള്ളിൽ എനിക്ക് മറ്റൊരു കോഴിക്കോടേക്ക് യാത്ര ചെയ്യാനുള്ളതുകൊണ്ട് ഒരു 15-20 മിനിറ്റ്സ് കൊണ്ട് കഴിയുന്നു വൈൻഡപ്പ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഞാൻ നിലവിൽ വന്നിട്ടുള്ള ചോദ്യങ്ങൾ ഒന്ന് പറയാം. അതിൽ കുറച്ചൊക്കെ ഞാൻ ഓൾറെഡി ആൻസർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോഴേക്ക് വേറെ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടാൽ നമുക്ക് അതും കൂടെ ഡിസ്കസ് ചെയ്ത് പോകാം. ഓരോരുത്തർ ചോദിച്ച് മറുപടി പറഞ്ഞു വരുമ്പോഴേക്ക് നമുക്ക് സമയം ഒരുപാട് പോകും, കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിട്ട് കഴിഞ്ഞാൽ ഞാൻ
മറുപടി പറയാം. ഇപ്പൊ വന്നിട്ടുള്ള ചോദ്യം ഇതാണ്, കേരള പബ്ലിക് ഹെൽത്ത് ആക്ട് വരുന്നതിന് മുമ്പ് നിലനിന്നിരുന്ന ആക്ടുകളും ഇതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഓൾറെഡി ഒരു പരിധി വരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ പറയാത്ത കുറെ വ്യത്യാസങ്ങളുണ്ട്, മുഴുവൻ പറയണമെങ്കിൽ തന്നെ 2 മണിക്കൂർ വേണ്ടി വരും. അപ്പൊ അത് ഒരുപാട് മാറ്റങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. അപ്പൊ പഴയതിനകത്ത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, പഴയതിലുള്ള കുറെ കാര്യങ്ങൾ, ഫൈൻ അടക്കമുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പഴയത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ കുറെ മാറ്റങ്ങൾ ഞാൻ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൈൻ ഈടാക്കുവാൻ തുടങ്ങാമോ അല്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ ഓൾറെഡി മറുപടി പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർമാർ ഒറ്റ ഉത്തരവിൻ പ്രകാരം അധികാരങ്ങൾ ഉൾപ്പെടെ പലർക്ക് വിഭജിച്ചു കൊടുത്തു. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ആക്ടിന്റെ ആ പ്രൊവിഷൻ വന്ന സമയത്ത് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉത്തരവ് ഇറക്കേണ്ട ഒരേ ഒരു സാഹചര്യമേ ഉള്ളൂ, അത് നോമാൻസ് ലാൻഡ് ആയിട്ട് കിടക്കുന്ന അർബൻ ഏരിയ മാത്രമാണ്. അവിടെ ഡെപ്യൂട്ടി DMO വേണം ചുമതലപ്പെടുത്താൻ. വേറെ എവിടെയും ചുമതലപ്പെടുത്തേണ്ട കാര്യമില്ല. യു ആർ ഓൾറെഡി അസൈൻഡ് ആസ് ദ പബ്ലിക് ഹെൽത്ത് ഓഫീസർ. DMOക്ക് പറയാൻ പറ്റില്ല DHSന്റെ ഉത്തരവ് വന്നില്ല, അതുകൊണ്ട് ഞാനല്ല ഈ ജില്ലയുടെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ എന്ന് പറയാൻ പറ്റില്ല. DMO ഈസ് ബൈ ഡിഫോൾട്ട് ദ ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് ഓഫീസർ. അതുപോലെ ഒരു പഞ്ചായത്തിലെ മെഡിക്കൽ ഓഫീസർ ഈസ് ബൈ ഡിഫോൾട്ട് ദി ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ. അതിന് മാറ്റമൊന്നുമില്ല എന്നുള്ളത് ഓർക്കാം. ഈ ആക്ട് വന്നതിന് ശേഷം ചില LSGകൾ പബ്ലിക് ഹെൽത്തുമായി ബന്ധപ്പെട്ട കംപ്ലൈന്റുകൾ പൊതുജനങ്ങൾ പഞ്ചായത്തിൽ തന്നെ കൊടുത്താൽ മതി, അത് പഞ്ചായത്ത് പരിശോധിച്ച് മെഡിക്കൽ ഓഫീസർക്ക് കൊടുക്കും എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ കുറച്ചൊന്ന് സൂചിപ്പിച്ചാണ്. അത് ഈ കമ്മിറ്റി നിലവിലുണ്ട്, കമ്മിറ്റിക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാം. എന്റെ ഇഷ്ടമാണ് കമ്മിറ്റിക്ക് പരാതി കൊടുക്കണോ അതോ ഡയറക്ട്ലി മെമ്പർ സെക്രട്ടറിക്ക് പരാതി കൊടുക്കണോ, അതല്ല കമ്മിറ്റി ചെയർപേഴ്സൺ എന്നുള്ള നിലയ്ക്ക് പേഴ്സണിന് അതിന്റെ ചെയർപേഴ്സണ് പരാതി കൊടുക്കണോ എന്നുള്ളതൊക്കെ നമ്മൾ തീരുമാനിക്കും. ചെയർപേഴ്സണിന് കിട്ടിയ ഒരു പരാതി നേരെ മെഡിക്കൽ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യാം, മെമ്പർ സെക്രട്ടറിക്ക് ഫോർവേഡ് ചെയ്യാം. മെമ്പർ സെക്രട്ടറിക്ക് അധികാരമുണ്ട് എന്നുള്ളത് കൊണ്ട് മെമ്പർ സെക്രട്ടറിക്ക് ഇമീഡിയറ്റ്ലി ഫോർവേഡ് ചെയ്യാം, മെമ്പർ സെക്രട്ടറിക്ക് അതിന്റെ മുകളിൽ നടപടി എടുക്കുകയും ചെയ്യാം. പക്ഷെ ഇൻ കേസ് ഒരു എമർജൻസി ആവശ്യമുള്ള ഒരു സാധനമാണ്, പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വെച്ചിരുന്നു, കമ്മിറ്റി മീറ്റിംഗ് കൂടാൻ വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ എന്ത് പ്രശ്നം വന്നിട്ടുണ്ടെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. കാരണം ഒരു രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്തം ഹോൾഡ് ചെയ്ത് വെച്ച ആൾക്കായിരിക്കും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം സേഫ്റ്റി എന്ന് പറയുന്നത് എത്രയും നേരത്തെ കമ്മിറ്റിക്ക് വെയിറ്റ് ചെയ്തിരിക്കാതെ എത്രയും നേരത്തെ മെഡിക്കൽ ഓഫീസർക്ക് അല്ലെങ്കിൽ മെമ്പർ സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളതും മെമ്പർ സെക്രട്ടറി അതിന്റെ മുകളിൽ നടപടി എടുക്കുക എന്നുള്ളതാണ്. ചോദ്യത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയത് മെമ്പർ സെക്രട്ടറിക്ക് നേരിട്ട് പരാതി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്, അല്ലെ മെഡിക്കൽ ഓഫീസർക്ക് നേരിട്ട് ഒരു വ്യക്തിക്ക് പരാതി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ആ പരാതി കൊടുക്കാം, ആ പരാതി സ്വീകരിക്കാം, അതിന്റെ മുകളിൽ നടപടി എടുക്കാം. അതിനും ആരുടെയും സമ്മതം കാത്തു നിൽക്കേണ്ട കാര്യമില്ല. നടപടി എടുത്ത ശേഷം അടുത്ത മീറ്റിംഗിൽ അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ മെഡിക്കൽ ഓഫീസർ പാലിക്കേണ്ട ഒരു നിബന്ധനയുള്ളൂ. മീറ്റിങ്ങുകൾ പറയുന്നത് മിസലേനിയസ് ചാപ്റ്ററിന്റെ 12ാമത്തെ ചാപ്റ്ററിന്റെ ആദ്യത്തെ ക്ലോസ് ആയിട്ടുള്ള 63ാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ 3 months അത് മീറ്റ് ചെയ്യണമെന്നും എമർജൻസി സാഹചര്യത്തിൽ ചെയർപേഴ്സന്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ ഡയറക്ഷനോടുകൂടി മെമ്പർ സെക്രട്ടറിക്ക് അതിൽ കൂടാതെയും മീറ്റിംഗ്സ് വിളിക്കാം എന്നും പറയുന്നുണ്ട്. അപ്പൊ മീറ്റിംഗിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല, നടപടി എടുക്കാൻ, ഒരു പരാതി കിട്ടിയാൽ അതിൽ അന്വേഷണം നടത്താനും ആവശ്യമെങ്കിൽ നടപടി സ്വീകരിക്കാനും, നടപടി സ്വീകരിച്ചത് ലോക്കൽ പബ്ലിക് ഹെൽത്ത് അതോറിറ്റിക്കും കമ്മിറ്റിക്കും അതേപോലെ ജില്ലാ പബ്ലിക് ഹെൽത്ത് ഓഫീസർക്കും റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മാത്രം ഓർക്കാം. അർബൻ PHC മെഡിക്കൽ ഓഫീസർക്ക് ചുമതലയുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് അർബൻ PHC മെഡിക്കൽ ഓഫീസർ എന്ന് പറയുന്ന NHMന്റെ കോൺട്രാക്ട് സ്റ്റാഫാണ്. PSC ഹാൻഡ്സ് ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസേഴ്സിന് മാത്രമാണ്, ഈ ചാർജ് മെഡിക്കൽ ഓഫീസേഴ്സിന് മാത്രമാണ് ഈ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ ചുമതലയുള്ളത്. അപ്പോൾ അർബൻ PHC എന്ന് പറയുന്ന NHM എസ്റ്റാബ്ലിഷ് ചെയ്ത PHC ആണെങ്കിൽ പറ്റില്ല. അല്ലാത്ത ആരോഗ്യവകുപ്പിന്റെ PHC ആണെങ്കിൽ അതിനൊരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയ അർബൻ ഏരിയയിലാണെങ്കിൽ ആ ഏരിയയിലെ അർബൻ ഏരിയയുടെ ആ ഭാഗത്തിന്റെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ആ മെഡിക്കൽ ഓഫീസറാണ്. പക്ഷെ അർബൻ PHCകൾക്കോ അർബൻ പോളിക്ലിനിക്കുകളിലെയോ ഡോക്ടേഴ്സിന് ആർക്കും തന്നെ ഈ അധികാരങ്ങളില്ല. അത് PSC ഹാൻഡ്സിന് മാത്രമുള്ളതാണ് എന്നുള്ളത് ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ വന്നിട്ടുള്ള സംശയങ്ങൾ. മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലൊന്നും വന്നിട്ടില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഈ ആക്ട് മുഴുവൻ പറയണമെങ്കിൽ ഈ സമയമൊന്നും പോരാ, അതുകൊണ്ട് ഞാൻ വളരെ സ്പീഡിൽ ഓടിച്ചു പോയതാണ്. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുള്ള ഭാഗങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊരു എന്താ പറയാ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോ ഇതെന്താണെന്നുള്ളത് എല്ലാം മനസ്സിലാക്കിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ ജിതേഷ് പറഞ്ഞു. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴേ അതിന്റെ സംശയങ്ങളും വരത്തുള്ളൂ. ഒരുപക്ഷെ ഇങ്ങനൊരു ഈ ക്ലാസ് കൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഇൻട്രൊഡക്ഷൻ, ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നുണ്ട്, പുതിയ ആക്ട് വന്നിട്ടുണ്ട്, അപ്പോ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും കൂടുതലുള്ള. അപ്പൊ ആൾക്കാർക്ക് ഇനിയിപ്പോ ഇത് വെച്ചുകൊണ്ട് മറ്റേ തിരിച്ചു വന്ന്
അതിനെപ്പറ്റി ഒന്നുകൂടി വായിക്കുക അല്ലെങ്കിൽ റെഫർ ചെയ്യുമ്പോഴായിരിക്കും പിന്നെ സംശയങ്ങൾ ആരംഭിക്കുന്നത്. അറിഞ്ഞോടെ ചാറ്റ് ബോക്സിൽ ഒരു സംശയം വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇനിയും ഇതിനെ പോലുള്ള ക്ലാസ്സുകൾ പാർട്ട് 1 പാർട്ട് ഓരോ ചാപ്റ്റർ ഞാൻ വേണമെങ്കിൽ ക്ലാസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഒരു സംശയ നിരാകരണത്തിനായിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. ഒരുപക്ഷെ ഒരു ഓർഡർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒത്തിരി കൂടി ആൾക്കാർക്ക് ആക്ട് വായിക്കുന്നേക്കാൾ താല്പര്യം ചിലപ്പോൾ ഓർഡർ ആയിരിക്കും. ഇങ്ങനെ ചെയ്യുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട് പറയുകയാണല്ലോ, നിങ്ങൾ ഇത് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടായിരിക്കും ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1-2 സംശയങ്ങൾ ചാറ്റ് ബോക്സിലുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഡോക്ടർ സന്തോഷ് പറഞ്ഞിടത്തുനിന്ന് തുടങ്ങാം. അത് ഈ ദയവായിട്ട് ഒരു ഉത്തരവിനും വെയിറ്റ് ചെയ്യരുത്. ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് മേലെ അടിച്ചേൽപ്പിച്ച ഒരു ഉത്തരവാണെന്നുള്ളത് ഓർക്കുക. അത് ഉത്തരവുകളുടെ തമ്പുരാനാണ് ആക്ട് എന്ന് പറയുന്നത്. അതിന്റെ മുകളിൽ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആരും ഒരു ഉത്തരവും തരൂല. നമുക്കിപ്പോ നടപടി എടുത്തു തുടങ്ങാം. അതിൽ ചോദ്യം വന്നിട്ടില്ല, ചട്ടം വരാത്തത് കൊണ്ട് ഫൈന് കോടതി വഴി മാത്രമാണ് നടപ്പിലാക്കാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള ആ ചോദ്യത്തിൽ തന്നെ അതിന്റെ ഉത്തരവുണ്ട്. നമുക്ക് ഫൈൻ ഈടാക്കുന്നത് എങ്ങോട്ടാണ് എന്ന് പറയാത്തതുകൊണ്ട് ഇപ്പൊ നമുക്ക് നോട്ടീസ് കൊടുക്കാൻ യാതൊരു തടസ്സവും. നോട്ടീസ് കഴിഞ്ഞ് കൊടുത്ത് അവരനുസരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ന്യൂസൻസ് ഉണ്ട്, അവിടെ ഒരു വെള്ളക്കെട്ടുണ്ട്, അത് നികത്തണം, അല്ലെങ്കിൽ കുടിവെള്ളം വരുന്ന ഒരു സ്ഥലം മലിനീകരണമാണ്, അത് മലിനീകരണം നീക്കണം എന്നുള്ളതാണെങ്കിൽ അവരാ നടപടി എടുത്തിട്ടില്ലെങ്കിൽ ആ നടപടികളൊക്കെ പഞ്ചായത്തിന് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പഞ്ചായത്ത് അത് ചെയ്യാൻ ബാധ്യസ്ഥമാണ്. ആ പൈസ അവർക്ക് പഞ്ചായത്തിന് ടാക്സ് പോലെ ഈടാക്കാം. അതിനുള്ള ഒരു പ്രൊവിഷൻ ഓൾറെഡി ഉണ്ട്. നമ്മൾ ഫൈൻ ഈടാക്കാൻ മാത്രമാണ് ഇപ്പൊ നിലവിൽ. ഈടാക്കാൻ സാങ്കേതികമായി തടസ്സമില്ല, പക്ഷെ ഇത് എവിടെ കൊണ്ട് അടയ്ക്കും എന്നുള്ള ഒരു പ്രശ്നമാണ്. കയ്യിൽ വെക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉള്ളതുകൊണ്ട്, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് ഈടാക്കാൻ ഒരു സാങ്കേതികമായിട്ടുള്ള തടസ്സം ഇപ്പോൾ ഉണ്ട്. അപ്പൊ പക്ഷെ കോടതിയിൽ പോകുന്നതിന് അതൊരു തടസ്സമേ അല്ല. നമ്മൾ ഇയാൾ ഇതൊന്നും ഈടാക്കിയിട്ടില്ല എന്നും അപ്പം അയാൾക്ക് എതിരെ ഇത്രയും ഫൈൻ അടയ്ക്കാവുന്ന കുറ്റമാണ് അയാൾ ചെയ്തിട്ടുള്ളത് എന്നുള്ളതോടുകൂടി കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതി വിധിക്കുകയാണെങ്കിൽ അത് ഫൈൻ അയാൾ അടയ്ക്കേണ്ടിയും വരും. സമീപഭാവിയിൽ തന്നെ നമുക്ക് ഡയറക്ട്ലി ഫൈൻ ഈടാക്കാവുന്ന അവസ്ഥയും കൂടെ വരും. പിന്നെ ഒരു ചോദ്യം, ഓതറൈസിങ് HI ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുതൽ മുകളിലേക്കുള്ള ആർക്കും ഈ ആക്ട് പ്രകാരം പരിശോധനകൾ നടത്താനും മെഡിക്കൽ ഓഫീസർക്ക് റിപ്പോർട്ട് ചെയ്യാനുമുള്ള അധികാരമുണ്ട്. അവർക്ക് നോട്ടീസ് കൊടുക്കാനും അധികാരമുണ്ട്. ഫൈൻ ഈടാക്കുന്ന ഒരു കാര്യം വരുമ്പോൾ മാത്രമാണ് നമുക്ക് അത് നമ്മുടെ കൺട്രോളിൽ വരുന്നതാണ്. അത് ഇതിനകത്ത് അതങ്ങനെ ഡെപ്യൂട്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ അതിനകത്തില്ല. അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ ആക്ടിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ നടത്താനും നോട്ടീസുകൾ കൊടുക്കാനും അധികാരമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ ഈ മെഡിക്കൽ പബ്ലിക് ഹെൽത്ത് ഓഫീസറുടെ എല്ലാ ചുമതലയും HIക്ക് കൊടുത്ത്, നമ്മുടെ ചില ആൾക്കാരൊക്കെ ചെയ്യുന്നത് പോലെ എല്ലാം HIക്ക് കൊടുത്തിട്ട് കൈവെട്ടി ഇരിക്കാം എന്നുള്ള ഒരു പ്രൊവിഷൻ അതിനകത്തില്ല. അത് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം. അവർക്ക് ചെയ്യാനുള്ളത് വളരെ ക്ലിയർ ആയിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ കേസിന് പോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു പരിശോധന നടത്തി നടപടിയെടുക്കാൻ ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസസിലൊക്കെ HIയെ ചുമതലപ്പെടുത്താനുള്ള അധികാരം നമുക്കുണ്ട്. പക്ഷെ അതിന്റെ അൾട്ടിമേറ്റ് അതോറിറ്റി നമ്മളാണ് എന്നുള്ളത് ഓർക്കും. ഹെൽത്ത് ഇൻസ്പെക്ടറെ ലോക്കൽ പബ്ലിക് ഹെൽത്ത് സമിതിയിൽ 63(4) പ്രകാരം സ്ഥിരം അംഗം ആയി LPH കമ്മിറ്റിയിൽ എടുക്കാൻ തീരുമാനമെടുക്കാമോ? 63(4) സ്പെസിഫിക് ഒന്ന് നോക്കിക്കോട്ടെ. ആ 63(4) ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സബ്ജക്ട് എക്സ്പേർട്സിന്റെ ഒക്കെ കാര്യമാണ് പറയുന്നത്. സ്ഥിരം അംഗമാക്കാൻ അതിനകത്ത് പ്രൊവിഷൻ ഇല്ല. അവരെ നമുക്ക് ഇപ്പൊ ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ ഒരു എക്സ്പെർട്ട് അല്ലല്ലോ. മെഡിക്കൽ ഓഫീസർ ഇരിക്കുന്ന കമ്മിറ്റിയിൽ മെഡിക്കൽ ഓഫീസറേക്കാൾ വലിയ എക്സ്പെർട്ട് അല്ല ഹെൽത്ത് ഇൻസ്പെക്ടർ. ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ഥിരമായിട്ട് കമ്മിറ്റിയിലെ അംഗമാക്കാൻ ഉള്ളൊരു നടപടി എടുക്കാൻ സാധിക്കില്ല. ആക്ട് പ്രകാരം കമ്മിറ്റി എന്താണെന്നുള്ള വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കമ്മിറ്റിയിൽ അംഗങ്ങൾ ഫിക്സഡ് ആണ്, അതിലൊരു മാറ്റവും വരുത്താൻ പറ്റില്ല. കമ്മിറ്റിക്ക് എക്സ്പെർട്ട് ഒപ്പീനിയൻ വേണമെങ്കിൽ സബ്ജക്ട് എക്സ്പെർട്ടിനെയോ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഒഫീഷ്യൽസിനെയോ വിളിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പം ട്രൈബൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ട്രൈബൽ കോളനിയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണെങ്കിൽ ട്രൈബൽ ഓഫീസർ ഇത് കമ്മിറ്റിയിൽ അംഗമല്ലെങ്കിലും ട്രൈബൽ ഓഫീസറെ ആ കമ്മിറ്റിയിൽ വിളിച്ച് താൽക്കാലികമായിട്ട് വിളിച്ച് നമുക്ക് അഭിപ്രായം തേടി നമുക്ക് ചെയ്യാം. പക്ഷെ അംഗങ്ങൾ എന്ന് പറയുന്നത് ഓൾറെഡി ഫിക്സഡ് ആണ്. HIനെ അവിടെ അംഗമാക്കിയിട്ട് മെഡിക്കൽ ഓഫീസർക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ മാറ്റാൻ പറ്റില്ല. നോട്ടീസിന്റെ സ്പെസിഫിക് ഫോർമാറ്റ്സ് ഒക്കെ
റൂൾസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പൊ പക്ഷെ നമ്മൾ നേരത്തെ മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടിലൊക്കെ എന്താണോ ചെയ്തിരുന്നത് അതേ രീതിയിൽ അതേ ഫോർമാറ്റിലുള്ള നോട്ടീസ് തന്നെയാണ് ഇതിനും കൊടുക്കേണ്ടത്. ആക്ടിന്റെ പേര് മാറുന്നു മാത്രമേ ഉള്ളൂ, മറ്റേലൊന്നും ഒരു മാറ്റം വന്നില്ല. റൂൾസ് വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാം, അതിന്റെ കൂടെ അനക്ഷറായിട്ട് ഫോർമാറ്റ്സ് കൂടെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കാം. വളരെ കൃത്യതയോടുകൂടി ആ ആക്ട് നടപ്പിലാക്കാൻ അതൊരു സഹായമാവും. അപ്പൊ അതിലുണ്ട് ആ കമ്മിറ്റിയുടെ കൺവീനർ ഞാൻ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് അത് ആ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എനിക്ക് തോന്നുന്ന പറ്റുമായിരിക്കും എന്നുള്ളതാണ്. അനക്ഷറായിട്ട് നമുക്ക് ആ ഫോർമാറ്റ്സ് ഒക്കെ കൊടുക്കാൻ പറ്റും. LSG ഹെൽത്ത് സെക്ഷനെ ഇംപ്ലിമെന്റേഷനിൽ ഇൻവോൾവ് ചെയ്യിക്കണം. അതൊരു എന്താ പറയാ, ഒരു നമ്മുടെ ലോക്കൽ ഡിസിഷൻ അനുസരിച്ച് എന്താ പറയാ ലോക്കൽ സാഹചര്യം അനുസരിച്ച് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ ഹെൽത്ത് ടീമിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല, ഉൾപ്പെടുത്തണമെന്ന് നിബന്ധനയുമില്ല. നമുക്ക് നമ്മുടെ അധികാര പരിധിയിൽ നമുക്ക് നടപടി എടുക്കാവുന്നേ ഉള്ളൂ. അവരെ ഉൾപ്പെടുത്തണം എന്ന്, അവരെ ഇല്ലാതെ നടപടി എടുക്കാൻ പോയാൽ നമ്മുടെ പേരിൽ ഒരു കുറ്റമൊന്നും വരില്ല. അവരെ കൂട്ടുന്നതാണ് നല്ലത് എന്ന് തോന്നുന്നെങ്കിൽ അവരെ കൂടെ ചേർക്കുന്നതിൽ, അവരുടെ കൂടെ സംയുക്ത പരിശോധനയോ നടപടികളോ ഒക്കെ എടുക്കുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷെ അവര് പ്രവർത്തിക്കുന്നത് വേറെ ഒരു നിയമം വെച്ചിട്ടാണെന്നും അതുകൊണ്ട് തന്നെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവരുത് എന്നുള്ളതും കൂടെ ശ്രദ്ധിക്കേണ്ടി വരും. കംപ്ലൈന്റ് കിട്ടി അന്വേഷണത്തിൽ കഴമ്പില്ല എന്ന് കണ്ടാൽ ആർക്കെങ്കിലും റിപ്പോർട്ട് സമർപ്പിച്ച് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നടപടി കംപ്ലൈന്റ് കിട്ടി അന്വേഷണത്തിൽ ആ നടപടി അതിൽ കഴമ്പൊന്നുമില്ല എന്നുള്ള ബോധ്യപ്പെടുകയാണെങ്കിൽ നിയമപ്രകാരം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അടുത്ത പബ്ലിക് ഹെൽത്ത് കമ്മിറ്റി മീറ്റിംഗിൽ കിട്ടിയ കംപ്ലൈന്റുകൾ എത്രയാണ്, അതിൽ കഴമ്പില്ലാത്ത എത്രയാണ്, കഴമ്പുള്ളത് എത്രയാണ്, അതിൽ തന്നെ നടപടി എടുത്തു എന്നുള്ള ഒരു റിപ്പോർട്ട് നമ്മൾ സമർപ്പിക്കേണ്ട. ആ റിപ്പോർട്ടിനകത്ത് ഇത് ഉൾപ്പെടുത്താം. രണ്ടാമത്തെ ഒരു കാര്യം, നിയമപ്രകാരം മാൻഡേറ്ററി അല്ലെങ്കിൽ പോലും നമ്മുടെ സുതാര്യതയ്ക്ക് ഏറ്റവും എളുപ്പമുള്ള ഒരു കാര്യം, ഈ ബന്ധപ്പെട്ട പരാതിക്കാരന് നമ്മുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ഒരു മറുപടി കൊടുത്തത് ക്ലോസ് ചെയ്യുന്നത് നമ്മുടെ ഒരു സുതാര്യതയുടെ ഭാഗമാണ്, നമുക്കൊരു സേഫ്റ്റിയുമാണ്. അതിന്റെ ഒരു കോപ്പി നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ, അല്ലാതെ അത് മാൻഡേറ്റഡ് ആയിട്ടില്ല. പക്ഷെ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ലോക്കൽ പബ്ലിക് ഹെൽത്ത് കമ്മിറ്റിയിൽ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഒന്നിൽ കൂടുതൽ ജയച്ചമാരെ ചുമതലപ്പെടുത്താൻ പറ്റുമോ? ജയച്ചമാരെ ചുമതലപ്പെടുത്താനേ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ ഒന്നിൽ കൂടുതൽ വരുന്നത്? ജയച്ചമാർക്ക് അവരുടെ ഏരിയയിൽ പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരമുള്ള നടപടികൾ എടുക്കാം, അല്ല പരിശോധന നടത്താനും നോട്ടീസ് കൊടുക്കാനും ഒക്കെ സാധിക്കും. പക്ഷെ അവർക്ക് ചുമതല എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഓഫീസർക്കുള്ള ചുമതലകൾ അങ്ങോട്ട് വീതിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അത് HIക്കും കൊടുക്കാൻ പറ്റില്ല, JHIക്കും കൊടുക്കാൻ പറ്റില്ല. അത് മെഡിക്കൽ ഓഫീസറുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണത്. പക്ഷെ പരിശോധനയും നോട്ടീസും അടക്കമുള്ള കാര്യങ്ങൾ JHIമാർക്ക് അവരുടെ ഏരിയയിൽ ചെയ്യാം. വേറൊരു JHIയുടെ ഏരിയയിൽ കയറി ചെയ്യാൻ പറ്റില്ല. അവരുടെ അധികാര പരിധിക്കകത്ത് മാത്രമേ ചെയ്യാൻ പറ്റൂ. സർ പറഞ്ഞോളൂ. ഒറ്റ കാര്യം ചോദിക്കട്ടെ സാർ, ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെ സാർ ഇപ്പൊ ഇങ്ങനെയല്ലേ പറഞ്ഞത്? അതായത് JHI ആണെങ്കിലും HI ആണെങ്കിലും നമുക്ക് നോട്ടീസ് കൊടുക്കാനും അല്ല പരിശോധിക്കാനും അത് കഴിഞ്ഞിട്ട് നോട്ടീസ് കൊടുക്കാനും അവർക്ക് പറ്റും. പക്ഷെ ഫർദർ നടപടിക്രമം മെഡിക്കൽ ഓഫീസർ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനല്ലേ ഇപ്പൊ പറഞ്ഞ ഉദ്ദേശിച്ചല്ലേ? അതെ. ഇപ്പൊ കേസിന് പോകണമെങ്കിൽ നമുക്ക് മെഡിക്കൽ ഓഫീസർക്കേ പറ്റുള്ളൂ. പക്ഷെ സ്പെസിഫിക് കേസസിൽ നമുക്ക് ഈ ഒരു സ്പെസിഫിക് കേസ് നടത്താൻ വേണ്ടി മറ്റേ ഹെൽത്ത് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്താം എന്നുള്ള കോടതി അംഗീകരിക്കുകയാണെങ്കിൽ നമുക്ക് ചുമതലപ്പെടുത്താം. നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഇതാണ്. അത് ചെയ്യുന്നതിന് ഈ ആക്ട് പ്രത്യേകിച്ച് അല്ലെങ്കിലും പക്ഷെ പൊതുവെ എല്ലാ ഇതിനും അങ്ങനെ ചുമതലപ്പെടുത്താവുന്ന ഒരു കണ്ടീഷൻ അതിനകത്തുണ്ട്. പക്ഷെ അത് അത്ര എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു കണ്ടീഷൻ അല്ല. ജനറലി നമ്മൾ തന്നെ അതിൽ പോകേണ്ടി വരും എന്നുള്ളത്. നമ്മൾ കോടതി പോകേണ്ടി വരുന്നത് നമ്മുടെ ആ മൊഴി രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്. നമ്മൾ എക്സ്പെർട്ട് പോകുന്നത് പോലെ മാത്രമാണ്. നമ്മൾ ഒന്നാം സാക്ഷിയാണ്. പരാതിക്കാരനാണെങ്കിൽ നമ്മൾ ഒന്നാം സാക്ഷിയാണ്. വാദി ഗവൺമെന്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് കോടതിയിൽ എല്ലാ ദിവസവും പോയി പ്രതി നിൽക്കുന്ന പോലെ നിൽക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിനെ നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. മിക്കവാറും കമ്പൗണ്ടിങ്ങിന്റെ കാര്യം കൂടെ റൂൾസ് കൂടെ വന്നു കഴിയുമ്പോൾ ആരും കോടതി പോകാൻ അങ്ങനെ താല്പര്യപ്പെടില്ല. കഴിയുന്നതും കേസ് കോമ്പൗണ്ട് ചെയ്ത് ഒഴിവാക്കാനോ അല്ലെ ഫൈൻ അടച്ച് ഒഴിവാക്കാനേ നോക്കുള്ളൂ. ഓക്കെ താങ്ക് യു സർ. എന്റെ ഇത് ഞാൻ നമ്പർ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ വിളിച്ചാൽ പറ്റുന്ന പോലെ പറഞ്ഞുതരാം. പകല് വിളിച്ചാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാല് ഞാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യാം. ഇതിപ്പോ കേട്ടപ്പോ എനിക്കൊരു തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ പറ്റി ഒരു ഐഡിയ ആയിട്ട് പോയില്ലെങ്കിൽ വേറെ ഇതായിട്ട് ബന്ധമില്ലാത്ത ആൾക്കാർ ഇതൊക്കെ വായിച്ച് പഠിച്ച് നമുക്കെതിരെ നിങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് നമ്മളെ മെഡിക്കൽ ഓഫീസർ തലയിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ
രണ്ട് സാധ്യതകളാണ് അതിനകത്തുള്ളത്. ഒന്ന് ഓൾറെഡി തുടങ്ങി, അതായത് ഇത് പണിയെടുക്കാൻ മടിയുള്ള ആളുകൾ ഞങ്ങൾക്ക് ഇതിനകത്ത് അധികാരം തന്നിട്ടില്ല, എല്ലാം മെഡിക്കൽ ഓഫീസർ ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മളെ സബോർഡിനേറ്റ്സ് ഒരു ഭാഗത്ത് വലിയൊരു വിഭാഗം സബോർഡിനേറ്റ്സ് ഒഴിഞ്ഞു മാറി തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളിത് പഠിച്ചിട്ടില്ലെങ്കിലുള്ള ഒരു ഇത്. പബ്ലിക് ഹെൽത്ത് ആക്ട് നമ്മളതിന് ബന്ധമില്ല, അത് മെഡിക്കൽ ഓഫീസറാണ് ഹെൽത്ത് ഓഫീസർ എന്ന് പറഞ്ഞ് ഒരുപാട് പേര് ഒഴിഞ്ഞു മാറുന്നു. രണ്ടാമത്തെ ഡോക്ടർ സന്തോഷ് പറഞ്ഞൊരു കാര്യമാണ്, ആർക്കെങ്കിലും നമ്മൾ എടുക്കേണ്ട ഒരു നടപടി എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പേരിൽ പ്രശ്നവുമായിട്ട് വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പൊ ആക്ട് നമ്മൾ പഠിച്ചേ പറ്റൂ. ചാർജ് മെഡിക്കൽ ഓഫീസേഴ്സ് ആണെങ്കിൽ എന്തായാലും ആക്ട് ഒന്ന് വായിച്ച് പഠിച്ചേ പറ്റൂ. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറഞ്ഞ സെലക്ടഡ് ചാപ്റ്റേഴ്സ് എങ്കിലും, ഡെഫിനിഷൻസ്, സാനിറ്ററി ഫെസിലിറ്റീസ്, വാട്ടർ, നോയിസൻസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, നോട്ടിഫൈബിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ഈ ചാപ്റ്റേഴ്സ് എങ്കിലും, പിന്നെ ലാസ്റ്റ് ചാപ്റ്റർ ഫൈനിന്റെ ചാപ്റ്റർ, അത് പിന്നെ ആവശ്യം വരുമ്പോൾ മതി, നടപടി വരുമ്പോൾ വായിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങളെങ്കിലും നമ്മൾ വായിക്കേണ്ടതുണ്ട്. സാർ, ഈ ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർക്കും ഹെൽത്ത് സൂപ്പർവൈസറുടെയും റോൾ ചെയ്യുന്നത് എന്താണ്? ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർക്കും അവിടുത്തെ ബ്ലോക്ക് ലെവൽ സൂപ്പർവൈസേഴ്സിനും പബ്ലിക് ഹെൽത്ത് ആക്ടിൽ അധികാരങ്ങളൊന്നുമില്ല. പണ്ട് അവർക്ക് ഒത്തിരി അധികാരങ്ങൾ ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഒന്നുമില്ല. അല്ല, പണ്ട് ട്രാവൻകൂർ കൊച്ചിൻ പബ്ലിക് ഹെൽത്ത് ആക്ടിന്റെ മേഖലയിൽ ഹെൽത്ത് സൂപ്പർവൈസർ മുതൽ മുകളിലേക്കുള്ളവർക്ക് അധികാരങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. HIമാർക്കൊന്നും യാതൊരു അധികാരവും. പക്ഷേ മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ടിൽ HI മുതൽ മുകളിലേക്കുള്ളവർക്ക് അധികാരങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടുമല്ല ഇപ്പൊ വന്നിട്ടുള്ളത്. ഇപ്പൊ മെഡിക്കൽ ഓഫീസർക്കാണ് അധികാരമുള്ളത്. അത് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പൽ കോർപ്പറേഷൻ തലത്തിലും അതിന്റെ മുകളിൽ ജില്ലാ തലത്തിലും മാത്രമേ ഉള്ളൂ. ഇടയിൽ ബ്ലോക്ക് എന്നുള്ളൊരു ഘടകമില്ല. സാർ, ഒരു ഫുഡ് പോയിസണിങ് റിപ്പോർട്ട് ചെയ്ത അതിന്റെ മജിസ്റ്റർ ഒക്കെ ആര് ഉണ്ടാകും ഇപ്പൊ? അതും ഇതുമായിട്ട് ഇതില്ല. ഫുഡ് പോയ്സണിങ് വന്നാൽ അത് റിപ്പോർട്ട് ചെയ്യലുമൊക്കെ നമ്മുടെ റുട്ടീൻ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. ഞാൻ ഈ പറഞ്ഞതെല്ലാം പബ്ലിക് ഹെൽത്ത് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമാണ്. പബ്ലിക് ഹെൽത്ത് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്ന മാത്രമാണ്. ദയവായി മറ്റേതായിട്ട് തെറ്റിദ്ധരിക്കരുത്. ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർക്കും ബ്ലോക്കിലെ HSനും ആ ഏരിയയിലെ ആരോഗ്യ പ്രവർത്തനങ്ങൾ, ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങൾ നടത്താൻ ഇപ്പോൾ ഉള്ള റോളിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. പബ്ലിക് ഹെൽത്ത് ആക്ട് പ്രകാരം നടപടി എടുക്കാൻ അധികാരമില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ മറ്റെല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഉള്ളതുപോലെ തന്നെ, റിപ്പോർട്ടിങ്ങും മറ്റേ സൂപ്പർവിഷനും ഒക്കെ ഇപ്പോൾ ഉള്ളത് പോലെ തന്നെയാണ്. അതിലൊന്നും പബ്ലിക് ഹെൽത്ത് ആക്ട് ഇടപെടുന്നേ ഇല്ല. നമ്മളെ ഡിപ്പാർട്ട്മെന്റ് റുട്ടീൻ വർക്കിൽ പബ്ലിക് ഹെൽത്ത് ആക്ടിന് യാതൊരു റോളും ഇല്ല. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നിയമ നടപടി സ്വീകരിക്കേണ്ടി വരുമ്പോൾ ഈ 3 തലത്തിൽ മാത്രമേ അധികാരമുള്ളൂ എന്ന് മാത്രം. ഇത് രണ്ടും കൂടെ ദയവായി കൂട്ടിക്കൊടുക്കരുത്. നമുക്ക് വേറെ ഇല്ലെങ്കിൽ അവസാനിപ്പിച്ചാലോ? തൽക്കാലം എന്റെ ടൈമും ആയി വരുന്നു. ഓക്കെ, അപ്പോ എന്തായാലും ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനി ഒരു നിയമം വരുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാർ ഇതിനെ പറ്റി നിയമമാണ്, അതാണ് ആവശ്യം, അല്ല അതാണ് വേണ്ടതെന്നാണ് പലരുടെയും ധാരണ. പക്ഷേ എന്തായാലും അവരെന്തായാലും ഇതിനെ തുറന്നു വിട്ട് കഴിഞ്ഞു, പുലിനെ തുറന്നു വിട്ട് കഴിഞ്ഞു. ഇനി അത് എവിടെ വേണേൽ പോയി കടിച്ചോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിയമമായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. മാത്രമല്ല, നമ്മളിത് അറിഞ്ഞില്ലെങ്കിൽ വേറെ ആൾക്കാര് പഠിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാത്തെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിക്ടിമൈസ് ചെയ്യാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പൊ അറ്റ്ലീസ്റ്റ് നമ്മളൊരു ധാരണ ഉണ്ടാവണം. ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർ, അറിയുന്ന ആൾക്കാരെയും കോൺടാക്ട് ചെയ്ത് വേണ്ട നടപടികളൊക്കെ സമയത്ത് ചെയ്യാനുള്ള ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ശ്രമിക്കണം. മാത്രമല്ല, ഒരു പക്ഷേ കാര്യം സൂചിപ്പിച്ചോട്ടെ, നമ്മളെ നിയമം നിലവിലുണ്ട്, ചട്ടങ്ങളാണ് ഇനി വരാനുള്ളത്. അപ്പൊ നിയമം ആക്ച്വലി നിലവിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ചട്ടങ്ങൾ വന്നില്ല എന്നുള്ളത് ഒരു നിയമം നടപ്പിലാക്കാതിരിക്കാൻ ഒരു ന്യായമല്ല എന്നുള്ള. അങ്ങനെയാണെങ്കിൽ ചില ആൾക്കാർ ഡോക്ടറെ തല്ലി എന്ന് പറഞ്ഞിട്ട് കോടതി പോണ്ടി വരില്ലായിരുന്നു. അതിന് ചട്ടങ്ങൾ വന്നിട്ടില്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ പഠിച്ചില്ലെങ്കിൽ വേറെ വല്ലവരും പഠിച്ച് നമ്മുടെ തലയിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ എനിക്ക് ഒരുപക്ഷെ ഒന്ന് ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പലരും ഇതിനെ പറ്റിയിട്ട് ബോധവാന്മാരായി വീണ്ടും അതിനെപ്പറ്റി കുറേശ്ശെങ്കിലും വായിച്ച് സംശയങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ നമുക്കൊരു ഭാവിയിൽ ഒരു സെക്കൻഡ് പാർട്ട് എന്നുള്ള നിലയ്ക്ക് ഇതിന്റെ ഓരോ ചാപ്റ്റർ റിലേറ്റഡ് ഒരു സെഷൻ നടത്തേണ്ടി വന്നേക്കാന്ന് തോന്നുന്നു. അപ്പോൾ കാരണം എന്തായാലും ഡോക്ടർ ജിതേഷ് വളരെ തിരക്കുള്ള സമയത്ത് ഞാൻ ഓടിച്ചിട്ട് പിടിച്ചതാണ്. ഇന്നിപ്പോൾ ഡോക്ടർ ജിതേഷിന് അത്യാവശ്യമായിട്ട് കോഴിക്കോട് പോകേണ്ടതാണ്. പക്ഷേ നമ്മളൊരു കമ്മിറ്റ് ചെയ്തിട്ടുള്ള കാരണമാണ് ഡോക്ടർ ജിതേഷ് ഇതിനു വേണ്ടി എത്തിയിട്ടുള്ളത്. അപ്പോൾ ഹോപ്പ് ദാറ്റ് ഇപ്പോൾ ഇനി വേറെ സംശയങ്ങൾ തൽക്കാലമില്ല. ഈ കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ സർവീസ് സെല്ലിനെ അറിയിക്കാം. അത് ഡോക്ടർ ജിതേഷ് കൈമാറി അല്ലെങ്കിൽ ഡോക്ടർ ജിതേഷ് നേരിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ എന്തായാലും വളരെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പിക് വളരെ സിമ്പിളായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുകയാണ്.
എല്ലാവരും ഇതിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. കാരണം ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കുറച്ച് കുറവായി വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇനിയും ക്വസ്റ്റ്യൻസ് വന്നുകൊണ്ടിരിക്കുന്നുള്ളതും സംശയമില്ല. ഇതിന്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഈ ടോപ്പിക് പ്രസന്റ് ചെയ്ത് എക്സ്പെർട്ടായിട്ട് എത്തിയിട്ടുള്ള ഡോക്ടർ ജിതേഷിന് KGMയുടെ പേരിലും നമ്മുടെ എല്ലാ മെമ്പേഴ്സിന്റെ പേരിലും നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ സെഷനിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും KGMയുടെ പേരിലും എൻ്റെ സ്വന്തം പേരിലുമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടുതലായിട്ടുള്ള ഇത്ര ക്ലാസ്സുകളിൽ കയറി ഇതിൻ്റെ ഈ പ്രോഗ്രാമിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ എന്നുള്ളത് കൂടി നമുക്ക് വേണ്ടി അറിയിക്കണം. അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ്. ഇമ്പ്രൂവ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് KGM.